ഞാൻ വേണമെങ്കിൽ കത്തെഴുതാം മെറ്റയ്ക്ക്, കാരണം എന്നെ വിമർശിച്ച് കൊണ്ട് വരുന്ന പോസ്റ്റ് ഒന്നും റിമൂവ് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കത്തെഴുതാം. ഞാൻ റെഡിയാണ്. നിങ്ങൾ ആർക്കെങ്കിലും അങ്ങനെ ആരെങ്കിലും മെറ്റ കൊണ്ടിട്ട് ഒരു 10 പോസ്റ്റ് റിമൂവ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ എന്താ കേരളത്തിലെ മാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയയുടെയും വായി മൂടി കിട്ടാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നൊരു മൂഢനാണോ ഞാൻ? അദ്ദേഹത്തിന് മെറ്റയിൽ ഒരു സ്വാധീനമില്ല എന്ന പച്ച കള്ളമാണ് മുഖ്യമന്ത്രി ഇന്ന് വിശദീകരിച്ചത്. വി ഡി സതീശനും മോദിക്കുമെതിരെയുള്ള വാർത്തകൾ മാത്രം തിരഞ്ഞുപിടിച്ച് എങ്ങനെ ഒഴിവാക്കുന്നു എന്നതാണ് പ്രശ്നം. സോഷ്യൽ മീഡിയ അടിയന്തരാവസ്ഥ നടപ്പിലാക്കിയിരിക്കുകയാണ്. നമസ്കാരം. സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും വിമർശിക്കുന്ന പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നതിലാണ് വി ഡി സതീശനെതിരായ പ്രതിപക്ഷത്തിന്റെ വിമർശനം. കാര്യമില്ലാത്ത ആരോപണം എന്ന് മുഖ്യമന്ത്രിയും പോലീസ് സൈബർ സംഘവും എഴുതി തള്ളിയെങ്കിലും പോസ്റ്റുകൾ മാഞ്ഞു പോകുന്നതിന്റെ അൽഗോരിതം ഇപ്പോഴും വ്യക്തമല്ല. സമൂഹ മാധ്യമങ്ങളെ വരുതിയിൽ നിർത്താൻ IT വകുപ്പിൽ ഭേദഗതികൾ നിർദ്ദേശിച്ച പിണറായി സർക്കാരിന്റെ നീക്കം വിമർശനങ്ങളെ തുടർന്ന് പിൻവലിക്കേണ്ടി വന്ന അനുഭവം നമുക്കുണ്ട്. അവിടെയാണ് സമൂഹ മാധ്യമങ്ങളിൽ അപ്രഖ്യാപിത സെൻസർഷിപ്പ് എന്ന പുതിയ ആരോപണം ചർച്ചയാകുന്നത്. ദശലക്ഷം പേർ കണ്ട CJP സമര ദൃശ്യങ്ങളും കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന പോസ്റ്റുകളും അപ്രത്യക്ഷമാകുന്നത് ഇതേ ആരോപണം അരവിന്ദ് കെജ്രിവാളും ഉയർത്തുന്നുണ്ട്. എന്നാൽ പ്രധാനമന്ത്രിയുടെ തന്നെ വീഡിയോ നീക്കം ചെയ്യപ്പെട്ടതിന് മെറ്റ മാപ്പ് പറയേണ്ടി വന്ന സാഹചര്യം സംശയങ്ങൾ ബാക്കിയാക്കുന്നു. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലെ ഈ പ്രതിഭാസത്തിന് പിന്നിൽ സാങ്കേതികതയ്ക്കപ്പുറം അധികാര രാഷ്ട്രീയത്തിന്റെ കറുത്ത കരങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ? എൻകൗണ്ടർ പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. എൻകൗണ്ടറിൽ നമ്മുടെ അതിഥികൾ കോൺഗ്രസിൽ നിന്ന് ശ്രീ വസന്ത് സിറിയക്, CPIMൽ നിന്ന് ശ്രീ നിതിൻ കണിച്ചേരി, ഒപ്പം തന്നെ സൈബർ വിദഗ്ധൻ ശ്രീ ഋഷികേഷ് ഭാസ്കരൻ എന്നിവരാണ്. ശ്രീ ഋഷികേഷ്, എനിക്ക് തോന്നുന്നു ഈ ചർച്ച താങ്കളിൽ നിന്ന് തുടങ്ങേണ്ടതാണ്. കാരണം കേരളത്തിൽ ഈ രാജ്യത്ത് ഉണ്ടായ രാഷ്ട്രീയ വിവാദങ്ങളുടെ തുടർച്ച എന്നോണം കേരളത്തിൽ മറ്റൊരു വിഷയത്തിൽ ഇപ്പോൾ ഈ സൈബർ ഇടങ്ങളിലെ പോസ്റ്റുകൾ അപ്രത്യക്ഷമാകുന്നതിൻ്റെ പേരിൽ ചില വിവാദങ്ങൾ നടക്കുകയാണ്. ബോധപൂർവം അതല്ലെങ്കിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഭരിക്കുന്ന ആളുകൾക്കെതിരെ ഉയർന്നു വരുന്ന പോസ്റ്റുകൾ അപ്രത്യക്ഷമാകുന്നു, അത് നീക്കം ചെയ്യപ്പെടുന്നു, അതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട് എന്നതാണ് ആരോപണം. ഋഷികേഷ്, നമുക്ക് അതിൻ്റെ രാഷ്ട്രീയ വശങ്ങൾ താങ്കൾ വിശദീകരിക്കണമെന്നില്ല, മറിച്ച് ഇത് എത്രത്തോളം സാധ്യമാണ് എന്നതാണല്ലോ നമ്മൾ സാങ്കേതികമായി ചർച്ച ചെയ്യേണ്ടത്. ഇപ്പോൾ നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഡിയോ അപ്രത്യക്ഷമായതിന് മെറ്റ തന്നെ അതിൽ മാപ്പ് പറയുന്ന സ്ഥിതി ഉണ്ടായി. മാത്രമല്ല, ഈ പിഴവ് സമ്മതിക്കുമ്പോൾ തന്നെ ഈ അൽഗോരിതത്തിലെ പിഴവുകൾ ഈ ഇന്ത്യൻ അധികൃതരുമായി ചർച്ചകളിലൂടെ ആ കാര്യങ്ങൾ മെറ്റ തുറന്ന് സമ്മതിക്കുകയും ഇന്ത്യയിൽ ഇത് പ്രവർത്തിക്കുമ്പോൾ അതിനനുസൃതമായി ഇന്ത്യയുടെ നിയമങ്ങൾക്കനുസൃതമായിട്ടായിരിക്കണം ഇതിൻ്റെ സാങ്കേതിക വിദ്യ പ്രവർത്തിക്കേണ്ടത് എന്ന നിർദ്ദേശം കേന്ദ്ര സർക്കാർ നൽകുകയും ഒക്കെ ചെയ്തു. അങ്ങനെ അധികാരത്തിലിരിക്കുന്നവരുടെ നിർദ്ദേശപ്രകാരം പോസ്റ്റുകൾ അപ്രത്യക്ഷമാക്കുന്ന ഒരു പ്രതിഭാസം മെറ്റയിലൂടെ നടപ്പാക്കപ്പെടുന്നുണ്ട് എന്ന് ഋഷികേശിനെ പോലൊരാൾ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും വിശ്വസിക്കുന്നുണ്ട്. കാരണം ഇപ്പം ഇതിലേക്ക് നയിച്ച ഒരുപാട് കാര്യങ്ങൾ തൊട്ട് മുമ്പത്തെ വർഷങ്ങളിൽ, എസ്പെഷ്യലി 2021 ഇൻ്റർമീഡിയറി റൂളുകളിലൂടെയും IT ആക്ടിലെ നിയമങ്ങളിലൂടെയും ഒക്കെ ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഏത് രീതിയിലാണ് രാജ്യത്ത് പ്രവർത്തിക്കേണ്ടത്, എന്തൊക്കെ തരത്തിൽ ഗവൺമെൻറ്റിൻ്റെ വിവിധ തരത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ റിക്വയർമെൻറ്റിനോട് എങ്ങനെയൊക്കെ കോംപ്ലൈ ചെയ്യണം എന്നുള്ള തരത്തിലുള്ള നിരവധി ഗൈഡ് ലൈനുകളും നിയമങ്ങളും തന്നെ രാജ്യത്തിൽ നിലവിലുണ്ട്. അപ്പം ഈ രാജ്യത്തിൻ്റെ പുറത്തു നിന്നുള്ള ഒരു കമ്പനി എന്നുള്ള നിലയ്ക്ക് ഈ രാജ്യത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുമായിട്ട് കോംപ്ലൈ ചെയ്തിട്ടാണ് ഇത്തരം സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയ വലിയ ഇത്തരം കോർപ്പറേഷനുകളിൽ ഉണ്ടാകുന്നത് ഒരു കോംപ്ലയൻസ് ടീം അല്ലെങ്കിൽ ലീഗൽ ടീം എന്ന് പറയുന്നവർ ഇത്തരത്തിലുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു റിക്വയർമെൻറ്റിനെ ഒരു കോസ്റ്റ് ആയിട്ടാണ് കാണുക. അപ്പോൾ അതായത് അതുമായിട്ട് കോംപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രാജ്യത്ത് തുടർന്ന് പോകാം, അവരുടെ ബിസിനസ് താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടും. പക്ഷേ കോംപ്ലൈ ചെയ്യുന്നില്ല, ഫൈറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അഡീഷണൽ കോസ്റ്റ് ആണെന്നുള്ള രീതിയിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം കോർപ്പറേറ്റുകൾ ചിന്തിക്കുക എന്ന് പറയുന്നത് ഓവർ കോംപ്ലൈ ചെയ്യുക എന്നുള്ളതായിരിക്കും, റാദർ ദാൻ അണ്ടർ കോംപ്ലൈ ചെയ്യുക എന്നുള്ളതിനെക്കാട്ടിലും. അപ്പോൾ ഒരു റിക്വയർമെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഈവൻ ദോ ഈ ലീഗൽ പ്രൊവിഷനുകളിൽ ഇത് കോണ്ടസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഇത് പറ്റില്ല എന്ന് പറയാനും ഒക്കെ
ചെറുതെങ്കിലുമായിട്ടുള്ള വകുപ്പുകൾ ഉണ്ടെങ്കിൽ പോലും അതിലേക്കൊന്നും കടക്കാതെ ബ്ലാങ്കറ്റായിട്ട് അതുമായിട്ട് കോംപ്ലൈ ചെയ്യുക എന്നുള്ളതായിരിക്കും ഇത്തരം കുത്തക കമ്പനികൾ സാധാരണഗതിയിൽ ചെയ്യുക. എന്റെ ഒരു ചെറിയ സംശയം, ഇപ്പോൾ വി.ഡി. സതീശൻ പറയുന്നു അദ്ദേഹത്തിന് എതിരായി വരുന്ന പോസ്റ്റുകൾ മാത്രമല്ല, അദ്ദേഹത്തെ അനുകൂലിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിലപാടിനെ ശരിവെക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ പ്രശംസിക്കുന്ന അദ്ദേഹത്തിനെ പുകഴ്ത്തുന്ന പോസ്റ്റുകളും അപ്രത്യക്ഷമാകുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ശാസ്ത്രീയമായി എങ്ങനെയാണ് നടപ്പാക്കാൻ കഴിയുന്നത്? ഇതിന് രണ്ട് മൂന്ന് തരത്തിലാണ് ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് കണ്ടന്റുകൾ റിമൂവ് ചെയ്യപ്പെടുന്നത്. അത് ഒരു സിംഗിൾ മെത്തഡോളജി യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു സിംഗിൾ ചാനൽ യൂസ് ചെയ്തിട്ടോ അല്ല. അത് ഒന്നാമത് നിയമപരമായിട്ടുള്ള റൂട്ടുകൾ, അതായത് IT ആക്ടിലെ 69 ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ 79 ഉപയോഗിച്ചിട്ട്, പിന്നെ ഒരു ക്രൈം ബ്യൂറോയുടെ സൈബർ സെക്യൂരിറ്റി ബ്യൂറോയുടെ ഒരു പോർട്ടൽ ത്രൂ വരുന്ന കംപ്ലൈൻറ്റുകളുണ്ട്. അതല്ലാതെ ഇവരുടെ തന്നെ ഇത്തരം പ്ലാറ്റ്ഫോം, അതായത് മെറ്റ, യൂട്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോമുകളുടെ ഗ്രീവിയൻസ് അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് റിപ്പോർട്ടിംഗ് ടൂളുകൾ ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഇത് കൂടാതെ തന്നെ ഇതിൻ്റെ കോപ്പിറൈറ്റ് ക്ലെയിം അതുപോലത്തെ ഒരുപാട് തരത്തിലുള്ള ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റങ്ങളെ ട്രിഗർ ചെയ്യുന്ന രീതിയിൽ മാസ് റിപ്പോർട്ടിംഗ് പോലെയുള്ള രീതികളിലൂടെ ടേക്ക് ഡൗൺ ചെയ്യാൻ പറ്റും. കൂടാതെ ഇത്തരത്തിൽ ഒരു പ്രാവശ്യം ടേക്ക് ഡൗൺ ചെയ്ത കണ്ടന്റുകൾ, അത്തരം കണ്ടന്റുകൾ റീഅപ്പിയർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം സിസ്റ്റങ്ങളിലൊക്കെ കോംപ്ലക്സ് ആയിട്ടുള്ള പാറ്റേൺ മാച്ചിങ് അല്ലെങ്കിൽ കണ്ടന്റ് മാച്ചിങ് AI അൽഗരിതങ്ങൾ ഇൻ പ്ലേസ് ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ വീഡിയോ നീക്കം ചെയ്യപ്പെട്ട കാര്യത്തിൽ മെറ്റ അധികൃതർ നൽകിയ വിശദീകരണം എന്തായിരുന്നു? അവർ പറഞ്ഞത് ഇത് ഈ അൽഗോരിതത്തിൽ ഉണ്ടായിട്ടുള്ള ചില മാറ്റങ്ങൾ കൊണ്ടാണ്, ചില സാങ്കേതിക പിഴവ് കൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ വീഡിയോ നീക്കം ചെയ്യപ്പെട്ടതെന്നാണ്. മാത്രമല്ല VVIPകളുടെ ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കൈകാര്യം ചെയ്യുന്നതിൽ അവരുടെ സുരക്ഷാ കാര്യങ്ങളിലൊക്കെ കുറെ കൂടി ശ്രദ്ധയോടുകൂടി ഇനിയൊരു സമീപനം ഉണ്ടാകുമെന്നൊരു ഉറപ്പാണ് അവർ കൊടുത്തത്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് ഇത് വളരെ ഡെലിബറേറ്റ് ആയിട്ടുള്ള ഒരു നീക്കമാണെന്ന് നമുക്ക് പറയാൻ കഴിയുക? അല്ലെങ്കിൽ ഇപ്പോൾ ശരിയാണ്, നേരത്തെ ഋഷികേഷ് പറഞ്ഞതുപോലെ ഈ രാജ്യത്ത് ഇത്തരം സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ പ്രവർത്തിക്കുമ്പോൾ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനാപരമായ തത്വത്തിനനുസരിച്ചും നിയമത്തിന് വിധേയമായിട്ടുമാണ് ഇവർ പ്രവർത്തിക്കേണ്ടത്. ആ കാര്യങ്ങൾ അതിനോട് കംപ്ലൈ ചെയ്യുന്നുണ്ട് എന്ന കാര്യം ഉറപ്പുവരുത്തണം എന്നതാണ് കേന്ദ്രം കൊടുത്തിട്ടുള്ള നിർദ്ദേശം. അങ്ങനെ ഇതിന് പ്രവർത്തിക്കാൻ കഴിയും, അതുവരെ ഓക്കെയാണ്. പക്ഷേ വ്യക്തികളുടെ താല്പര്യമനുസരിച്ച്, ഭരണാധികാരികളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഇത് നീക്കം ചെയ്യപ്പെടുന്നുണ്ട് എന്നത് എങ്ങനെയാണ് നമുക്ക് സ്ഥാപിക്കാൻ കഴിയുക? ഭയങ്കര ബ്രീഫായിട്ടുള്ള 2-3 എക്സാമ്പിൾസ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ റീസെൻ്റ്ലി റിമൂവ് ചെയ്യപ്പെട്ട പോസ്റ്റുകളുടെ അല്ലെങ്കിൽ ഈ ന്യൂസ് കാർഡുകളുടെ റിമൂവൽ നോട്ടീസ് അത് പോസ്റ്റ് ചെയ്ത അക്കൗണ്ടുകൾക്ക് ലഭിച്ചതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ ഞാൻ ഫേസ്ബുക്കിൽ കാണുകയുണ്ടായി, ആൾക്കാർ ഷെയർ ചെയ്ത് കാണുകയുണ്ടായി. അതിൽ 2 തരത്തിലുള്ള സാധനങ്ങളാണ് എനിക്ക് സ്ട്രൈക്കിംഗ്ലി കണ്ടത്. ഒന്നാമത്തത് അത് ക്ലിയർലി പറയുന്നുണ്ട്, ഒരു ലീഗൽ നോട്ടീസിൻ്റെ പ്രകാരം അല്ലെങ്കിൽ ലീഗൽ റിക്വസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് റിമൂവ് ചെയ്തിട്ടുള്ളത് എന്ന് അതിൽ പറഞ്ഞിട്ടുണ്ടായി. രണ്ടാമത്തതിൽ പറയുന്നത് മുമ്പ് റിമൂവ് ചെയ്ത ഒരു കണ്ടന്റുമായിട്ട് അൽഗരിതം മാച്ച് ചെയ്തത് കൊണ്ട് ഓട്ടോമാറ്റിക് സിസ്റ്റംസ് റിമൂവ് ചെയ്തതാണ്. അതായത് നോ ഹ്യൂമൻ ഇൻ ദ ലൂപ്പ്, ഒരു മനുഷ്യനോ അല്ലെങ്കിൽ ഒരു കമ്മിറ്റിയോ ഒന്നും റിവ്യൂ ചെയ്യാതെ മുമ്പ് റിമൂവ് ചെയ്ത ഒരു കണ്ടന്റുമായിട്ട് സാമ്യതയുണ്ട് അല്ലെങ്കിൽ അതൊരു മാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഈ പ്ലാറ്റ്ഫോം അൽഗരിതങ്ങൾ ട്രിഗർ ചെയ്തുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ടേക്ക് ഡൗൺ ചെയ്തിട്ടുള്ള ഇത് സെയിം ന്യൂസ് കാർഡിൻ്റെ കേസിൽ തന്നെയാണ്. ഇത്തരം ഓട്ടോമാറ്റഡ് ടേക്ക് ഡൗൺ കേസുകളിൽ ആക്ച്വലി നിങ്ങൾ മുമ്പ് ഉപയോഗിച്ചിരുന്ന ഒരു വാർത്തയുടെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കാർഡിൻ്റെ പാർട്സ് ഇതിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഈ അൽഗരിതം എഫിഷ്യൻ്റ് അല്ലെങ്കിൽ ഇറ്റ് മേ ഗെറ്റ് മാച്ച്ഡ്, അത് മാച്ച് ചെയ്തിട്ട് ടേക്ക് ഡൗൺ ആയിപ്പെട്ടേക്കാം. പോരാത്തതിന് ഇന്ത്യ പോലെയുള്ള രാജ്യത്തുള്ള ഇന്ത്യൻ ഭാഷകളിൽ ഇത്തരം AI സാങ്കേതിക വിദ്യകൾക്ക് ഇപ്പോഴും ക്വാളിറ്റി കുറവാണ് അല്ലെങ്കിൽ പ്രാവീണ്യം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ രീതിയിലുള്ള മിസ് ക്ലാസിഫിക്കേഷൻസ് അവിടെ നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു മാസമായിട്ട് വിത്തൗട്ട് എനി ഹ്യൂമൻ ഇൻ ദ ലൂപ്പ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അതൊരു എൻഡ് റിസൾട്ട് എന്ന് പറയുന്ന ഒരു മാസ് സെൻസർഷിപ്പ് തന്നെ ആയിട്ട് മാറും എന്നുള്ളതാണ് ഇവിടുത്തെ. ഞാൻ അതിനിടയിൽ ഒരു കാര്യം പറയാം. ഇന്ന് ഒരു ഫേസ്ബുക്കിൽ കണ്ട ഒരു പോസ്റ്റാണ്, അതിൽ അയാൾ എഴുതിയിരിക്കുന്നു, ഒരാൾ എഴുതി, ഞാൻ പേര് പറയുന്നില്ല. ഞാൻ രാവിലെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ്. നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ ജോൺ ബ്രിട്ടാസിനെ വറുത്തെടുക്കുന്ന ഒരു വീഡിയോ. അത് ഇൻസ്റ്റാഗ്രാമിൻ്റെ പ്രൈവസി പോളിസി പ്രകാരം ഇന്ത്യയിൽ അലൗഡ് അല്ല. ഞാൻ ആ പോസ്റ്റ് അതേപടി വായിക്കുകയാണ്. പാർലമെന്റിൽ നടത്തിയ ഒരു പ്രസംഗമാണ്. ഈ മെറ്റ ആർക്കു വേണ്ടിയാണ് പണിയെടുക്കുന്നത്? ഇതാണ് അതിലെ ചോദ്യം. അതിൻ്റെ താഴെ വൈ ദിസ് ഹാപ്പൻഡ് എന്നതിൻ്റെ താഴെ എഴുതിയിരിക്കുന്നു, we restricted access to this content through an automated system implemented pursuant to legal requirements under India's information technology,
ഇന്റർമീഡിയറ്റ് ഗൈഡ്ലൈൻസ് ആൻഡ് ഡിജിറ്റൽ മീഡിയ എത്തിക്സ് കോഡ് എന്നാണ് അതിനകത്ത് കിടക്കുന്നത്. അതായത് ഇന്ത്യയിലെ നിയമവ്യവസ്ഥകൾക്ക് അനുസൃതമായിട്ട് ഓട്ടോമേറ്റഡ് ആയിട്ടാണ് ഇതിലെ കോണ്ടന്റ് എടുത്ത് റെസ്ട്രിക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ്. ഇത് മാനുവലി ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നിർദ്ദേശം നൽകാൻ കഴിയും. ഇപ്പോൾ ഉദാഹരണത്തിന് VD സതീശൻ എന്ന പേരിൽ വരുന്ന പോസ്റ്റുകൾ നീക്കം ചെയ്യണം എന്ന ഒരു നിർദ്ദേശം അത് ഓട്ടോമാറ്റഡ് ആയിട്ട് എടുത്തു കളയാൻ പാകത്തിൽ മെറ്റയിലൂടെ നടപ്പാക്കാൻ കഴിയുമോ? ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ ഐ വാണ്ടഡ് ടു ആസ്ക്. ടെക്നിക്കലി പോസിബിൾ ആണ്. യൂഷ്വലി ലൈക്ക് എനിക്ക് ഈ പർട്ടിക്കുലർ കേസിൽ എക്സാക്ട്ലി എന്താണ് നടന്നതെന്ന് അറിയില്ല. പക്ഷേ യൂട്യൂബിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ആണെങ്കിലും ഈ പ്രൈവസി വയലേഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടിംഗ് ഫീച്ചേഴ്സുകൾ ഇൻ പ്ലേസ് ആണ്. അത് എസ്പെഷ്യലി അത് ഈ പ്ലാറ്റ്ഫോമുകളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിരുന്നത് യൂറോപ്പിൽ GDPR നിയമം വന്ന സമയത്ത് പ്രൈവസി ഫസ്റ്റ് ആയിട്ടുള്ള നിയമങ്ങളോട് കോംപ്ലൈ ആവാൻ വേണ്ടിയിട്ടാണ്. അത് ആക്ച്വലി ഒരു നല്ല കാര്യമാണ്. പക്ഷേ ഇതിനെ വലിയ രീതിയിൽ മിസ്യൂസ് ചെയ്യപ്പെട്ട ഇൻസ്റ്റൻസുകളും ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു റാൻഡം പൊളിറ്റീഷ്യൻ ഒരു സ്പീച്ച് നടത്തി, അത് ഒരു പ്രൈവറ്റ് ഇവൻറ്റിൽ ഒരു സ്പീച്ച് നടത്തി, അത് റെക്കോർഡഡ് ആയിട്ട് യൂട്യൂബിലോ അല്ലെങ്കിൽ മെറ്റയിലോ വന്നു. ഇത് പുറത്ത് വരുന്നതിൽ അവർക്ക് താല്പര്യമില്ലെങ്കിൽ അത് എൻ്റെ ഒരു ഫേസ്, എൻ്റെ പ്രൈവസിയാണ്, അത് എടുത്ത് ടേക്ക് ഡൗൺ ചെയ്യണം, എൻ്റെ അനുവാദമില്ലാതെ എടുത്ത വീഡിയോ ആണ് എന്നുള്ള ഒരു റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മോസ്റ്റ് പ്രോബബ്ലി ദീസ് പ്ലാറ്റ്ഫോംസ് വിൽ കോംപ്ലൈ. അപ്പോൾ പിന്നെ ഇത് കൂടാതെയുള്ള ഡിഫറെൻറ്റ് ചാനൽസ് കൂടെയുള്ള ഇപ്പോഴുള്ള പുതിയ നിയമങ്ങൾ അനുസരിച്ച് പുതിയ ഇൻ്റർമീഡിയറി ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ട് ഈ കോടതിയുടെ ഒന്നും ആവശ്യമില്ല. ഒരു റെഗുലർ പോലീസ് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ തന്നെ ഇത്തരം പോസ്റ്റുകളൊക്കെ ടേക്ക് ഡൗൺ ചെയ്തെടുക്കാനും സാധിക്കും. ഇതിൻ്റെ കൂടെയാണ് ഓൾറെഡി റിമൂവ് ചെയ്ത കണ്ടൻറ്റുമായിട്ട് മാച്ച് ചെയ്യുന്ന കണ്ടന്റുകളെ അൽഗോരിതം ഓട്ടോമാറ്റ് ചെയ്തിട്ട് റിമൂവ് ചെയ്യുന്ന കാര്യങ്ങളും. ഇതിന് നേരെ സിമിലർ പാരലൽസ് ആണ് ഓപ്പോസിറ്റായി നടക്കുന്ന കാര്യമാണ്. ഇപ്പോൾ നമ്മളുടെ ഫേക്ക് പ്രൊഫൈൽസോ അല്ലെങ്കിൽ നമ്മളെ മിസ്റെപ്രസെൻ്റ് ചെയ്യുന്ന ഫേക്ക് കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഫേക്കാണെന്ന് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഇത്തരം അൽഗോരിതങ്ങൾ അതിനെ മിസ്ക്ലാസിഫൈ ചെയ്തിട്ട് ഇത് ഫേക്ക് അല്ല, ഞങ്ങളുടെ സിസ്റ്റം പ്രശ്നങ്ങളൊന്നും കണ്ടെത്തിയില്ല, അതുകൊണ്ട് ടേക്ക് ഡൗൺ ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞിട്ടുള്ള നോട്ടിഫിക്കേഷൻസും നമ്മൾ തന്നെ ഫ്രണ്ട് സർക്കിളുകളിൽ നിരവധി ആളുകൾക്ക് കിട്ടിയിട്ടുണ്ടാകും. റീസെൻറ്റ് സ്കാംസിലും ഒക്കെ സംഭവിച്ചിട്ടുള്ളതുകൊണ്ട്. അപ്പം ഇത്തരം മിസ്യൂസ് ചെയ്യപ്പെടാവുന്ന നിയമങ്ങളും ഗവൺമെൻറ്റുകൾക്ക് ആക്ച്വലി പരിധിയില്ലാതെ കൈകടത്താൻ പറ്റുന്ന ലൂപ്പ് ഹോളുകളുള്ള നിയമങ്ങളും അതുപോലെ തന്നെ ഇതിനെ പേടിച്ച് ഈ നിയമങ്ങളെ പേടിച്ചിട്ടും അല്ലെങ്കിൽ ബിസിനസ് ഇൻട്രസ്റ്റ് നിലനിർത്തിക്കൊണ്ടും ഉണ്ടാക്കിയിട്ടുള്ള ബൾക്കായിട്ടുള്ള ഇപ്പോൾ ഈ പുറത്തു വരുന്ന ഒരു കാര്യം തന്നെ ഇപ്പോൾ മെറ്റയെ സംബന്ധിച്ച് അതിൻ്റെ AI ടൂൾ, അതിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾ ആ ഒരു പോസ്റ്റിൻ്റെ വാല്യൂ, അതിൻ്റെ റീച്ച് എന്ത് വേണം എന്ന കാര്യങ്ങൾ നേരിട്ട് തീരുമാനിക്കുന്നില്ല എന്നും പല പ്രെഡിക്ഷൻ സിഗ്നൽസ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഫീഡിൽ എന്താണ് ആദ്യം കാണിക്കേണ്ടത്, എങ്ങനെയാണ് അത് റാങ്ക് ചെയ്യപ്പെടേണ്ടതെന്ന കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നാണ്. അതുകൊണ്ട് ഒരുപക്ഷെ വളരെ നല്ല പോസ്റ്റ് പോലും കുറച്ചാളുകൾ മാത്രം കാണുന്ന സ്ഥിതി ഉണ്ടായേക്കാം എന്നാണ്. അങ്ങനെയാണെങ്കിൽ അത് പൂർണ്ണമായും ഒരു സാങ്കേതികത്വമല്ലേ ഋഷികേഷ്? തീർച്ചയായിട്ടും അതെ. സ്വാഭാവികമായിട്ടും ഇപ്പം ഇത് മുമ്പേ പ്രൈവസി ആക്ടിവിസ്റ്റുകളൊക്കെ പറയുന്ന കാര്യമാണ്. അതായത് ഇഫ് യു ആർ നോട്ട് പേയിങ് ഫോർ ഇറ്റ്, യു ആർ നോട്ട് ദ ഇഫ് യു ആർ നോട്ട് പേയിങ് ഫോർ ദ പ്രോഡക്റ്റ്, ഇറ്റ് ഈസ് നോട്ട് ദ പ്രോഡക്റ്റ്, യു ആർ ദ പ്രോഡക്റ്റ് എന്ന്. അപ്പം ഫേസ്ബുക്കിന് പ്രൈമറിലി മോണിറ്ററി മീൻസ് കണ്ടെത്തുന്നത് ഈ അഡ്വർടൈസ്മെൻറ്റ്സിൽ കൂടെയാണ്. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ്സിൽ എന്ത് കണ്ടന്റ് ആൾക്കാരെ ഇപ്പോൾ അറ്റൻഷൻ സ്പാനൊക്കെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അൽഗോരിതംസ് വെച്ച് ഏറ്റവും കൂടുതൽ റിട്ടൻഷൻ, കൂടുതൽ സമയം ആളുകളെ എങ്ങനെ ഈ പ്ലാറ്റ്ഫോമിൽ ചെലവഴിപ്പിക്കാം എന്നുള്ള ഇതിൻ്റെ ഭാഗമായിട്ട് ഇവോൾവ് ചെയ്ത് വന്നതിൻ്റെ സൈഡ് എഫക്റ്റുകളാണ് ഇതൊക്കെ. പക്ഷേ അതൊരു കൃത്യമായിട്ടുള്ള രീതിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാന്ന് തന്നെ സമ്മതിക്കേണ്ടി വരും. അതായത് ഇൻ ഷോർട്ട് മെറ്റ എപ്പോഴും പറയുന്നത് പോലെ ഇതൊരു അൽഗോരിതം എററാണ്, ഇതാണ് സംഭവിച്ചിരിക്കുന്നത്, ഇത് സാങ്കേതിക പിഴവുകളാണ് എന്ന നിരന്തരമായി അവർ പറയുന്ന കാര്യങ്ങൾ ആ നിലയ്ക്ക് നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല അല്ലേ? 100% കഴിയില്ല. അതായത് ഒരു പെർസെൻറ്റേജ് ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഉറപ്പായിട്ടും ഇതിനെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗവൺമെൻറ്റൽ കൺട്രോളിൽ ഭയപ്പെട്ടിട്ട് തന്നെയാണ്. എസ്പെഷ്യലി IT ആക്ടിൻ്റെ 79th ഇത് പ്രകാരം സേഫ് ഹാർബർ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അതായത് സിമ്പിൾ ടേംസിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം പ്ലാറ്റ്ഫോമുകളൊക്കെ ഇൻ്റർമീഡിയറികളാണ്. അതായത് ഈ പ്ലാറ്റ്ഫോമുകളിലാണ് പോസ്റ്റുകളോ കണ്ടന്റുകളോ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ഉത്തരവാദിത്വം അവർക്കല്ല, വേറെ ആരൊക്കെയോ പോസ്റ്റ് ചെയ്യുന്നതാണ്, അത് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പം തന്നെ അതിനെതിരെ ഈ കണ്ടന്റുകളിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്ലാറ്റ്ഫോമുകളെ ലയബിൾ ആക്കാൻ പാടില്ല എന്നുള്ളതിന്
ഒരു കണ്ടീഷൻസ് ഉണ്ട്. ആ ലയബിൾ ആവാതിരിക്കുന്നതിനാണ് ഈ സേഫ് ഹാർബർ എന്ന് പറയുന്നത്. ഈ സേഫ് ഹാർബർ അവർക്ക് കിട്ടണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതായത് ഗവൺമെന്റിന്റെ സോ ആൻഡ് സോ കണ്ടീഷൻസ് പാലിക്കണം, ഇവിടുത്തെ നിയമപരമായിട്ടുള്ള ചട്ടക്കൂടുകൾക്കുള്ളിൽ പ്രവർത്തിക്കണം, എന്തെങ്കിലും ഒരു നിർദ്ദേശം നൽകി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുമായിട്ട് കോംപ്ലൈ ചെയ്യണം എന്ന തരത്തിൽ ഞാൻ വളരെ ലളിതവൽക്കരിച്ച് പറയുകയാണ്. പക്ഷേ ഇതാണ് ജിസ്റ്റ്. അപ്പോൾ ഇവർക്ക് ആക്ച്വലി ഒരു സാധനം ഫാൾസ് പോസിറ്റീവായിട്ട് ടേക്ക് ഡൗൺ ചെയ്യുന്നതാണ് ഫാൾസ് നെഗറ്റീവായിട്ട് ടേക്ക് ഡൗൺ ചെയ്യേണ്ട ഒരു സാധനം ടേക്ക് ഡൗൺ ചെയ്യാതിരിക്കുന്നതിനെക്കാട്ടിലും സേഫ്. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മളുടെ ഭരണഘടന നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഫ്രീഡം ഓഫ് ദ പ്രസ് ഒന്നും പരിഗണിക്കുക പോലും ചെയ്യാതെ അവരുടെ ലീഗൽ സ്റ്റാൻഡ് സേഫ് ആക്കാനാണ് നോക്കുന്നത്. അതൊരു എനിക്ക് തോന്നുന്നു ഒരു വാണിജ്യപരമായിട്ടുള്ള ഒരു രാജ്യത്തിനകത്ത് ഇത്തരം സംവിധാനങ്ങൾ പ്രവർത്തിക്കുമ്പോൾ രാജ്യത്തിന്റെ നിയമത്തിനും ഭരണഘടനാനുസൃതമായിട്ടുള്ള അവകാശങ്ങളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം പ്രവർത്തിക്കാൻ എന്ന് പറയുന്നതിനകത്തൊരു ലോജിക് ഉണ്ട്. അതേസമയം തന്നെ അത് സർക്കാരിൻ്റെയോ ഭരണാധികാരികളുടെയോ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തെ ചോദ്യം ചെയ്യുന്ന ഒന്നായി മാറും. ഐ തിങ്ക് ദാറ്റ് ഈസ് ദ മെയിൻ ഡിഫറൻസ്. അങ്ങനെയാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അത് ഒരു സെൻസർഷിപ്പ് ആണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും. ശ്രീ നിതിൻ കണിച്ചേരി, ഈ ചർച്ചയിലേക്ക് താങ്കൾക്ക് സ്വാഗതം. ശ്രീ നിതിൻ, ഇപ്പോൾ 2020 വലിയ ചർച്ചയായതാണ് ഈ കേരള പോലീസ് നിയമത്തിൽ കൊണ്ടുവന്ന ഒരു വിവാദ ഭേദഗതി സെക്ഷൻ 118A. അതിൽ ഈ പറയുന്ന പോലെ മാധ്യമങ്ങളെ, സമൂഹ മാധ്യമങ്ങളെയൊക്കെ നിയന്ത്രിക്കാനുള്ളൊരു നീക്കമാണെന്ന് വിമർശനം ഉന്നയിക്കുകയും പിന്നീട് അത് ഈ വ്യാജ പ്രചാരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ, അതുപോലെ വ്യക്തിഹത്യ, ഇതൊക്കെ തടയാൻ എന്ന പേരിലായിരുന്നു അന്നൊരു നീക്കം ഉണ്ടായത്. അതിൽ വലിയ വിമർശനം ഉണ്ടാവുകയും പിന്നീട് അത് മാറ്റിവെക്കുകയൊക്കെ ചെയ്യേണ്ടി വന്നു. പക്ഷേ ഇന്ന് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും CPM എന്ന പാർട്ടിയും ഗുരുതരമായ ആരോപണങ്ങൾ ഈ സർക്കാരിനെതിരെ ഉന്നയിക്കുകയാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരെ 2 തരത്തിലാണ്. ഒന്ന്, അദ്ദേഹത്തിനെതിരെ ഉയർന്നു വരുന്ന വിമർശനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് അത്തരം പോസ്റ്റുകൾ നീക്കം ചെയ്യപ്പെടുന്നു, അതിന് മെറ്റയുടെ സഹായമുണ്ട്. പിന്നെ രണ്ടാമത്തേത് അതിനോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ ആരോപണമാണ്, അതിന് BJPയുടെ പിന്തുണയും സഹായവും ഉണ്ടെന്നാണ്. എന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ ആരോപണം ഉന്നയിക്കുന്നത്? പ്രത്യേകിച്ചും പ്രധാനമന്ത്രിയുടെ വീഡിയോ പോലും നീക്കം ചെയ്യപ്പെട്ടതിന് മെറ്റാ തലവൻ മാപ്പ് പറയുന്ന സാഹചര്യം നമ്മുടെ മുന്നിൽ നിലനിൽക്കെ. നോക്കൂ, ഇവിടെ നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ചിരുന്ന സൈബർ നിയമങ്ങളിലും അല്ലെങ്കിൽ ഈ കാര്യങ്ങളിൽ സാങ്കേതിക പരിജ്ഞാനമുള്ള സുഹൃത്ത് തന്നെ ഇവിടെ കാര്യങ്ങൾ വിശദമാക്കി. നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് രാജ്യത്തിനകത്ത് വാർത്തകൾ പ്രചരിപ്പിക്കാനും അഭിപ്രായങ്ങൾ പറയാനും ആരോപണങ്ങൾ ഉന്നയിക്കാനും എല്ലാം നിയമപരമായി തന്നെ നമുക്ക് കഴിയുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. ആ രാജ്യത്തിനകത്ത് മുഖ്യമന്ത്രിക്കെതിരായി അല്ലെങ്കിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിനെതിരായി ആരോപണങ്ങളോ അഭിപ്രായങ്ങളോ അതുമായി ബന്ധപ്പെട്ട വസ്തുതകളോ ഒക്കെ പുറത്തു വരുമ്പോൾ അതിനെ ഇന്ന് നമ്മുടെ രാജ്യത്തിനകത്ത് നിലവിലുള്ള നിയമ സംവിധാനങ്ങളെപ്പോലും അട്ടിമറിച്ചുകൊണ്ട് അതിനെ ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ് ഇവിടെയുള്ള പ്രശ്നം. അതിന് നമ്മുടെ രാജ്യത്തിനകത്ത് ഫേസ്ബുക്കും അതുപോലെയുള്ള മറ്റ് സാധനങ്ങളെല്ലാം നിയന്ത്രിക്കുന്നതിന് അല്ലെങ്കിൽ അതിനെയെല്ലാം കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മെറ്റ പോലെയുള്ള അത്തരം കോർപ്പറേറ്റുകളുടെ സഹായം കേന്ദ്ര സർക്കാരിന് നിർബാധം കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് ഇതിനോടകം തന്നെ പല ചർച്ചകളിലൂടെ പല വേദികളിലൂടെ എല്ലാം നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ കേരളത്തിനകത്തും അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇപ്പോൾ വളരെ ചെറിയൊരു ആരോപണമല്ല, മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നു എന്ന് സ്വയം ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുള്ള അല്ലെങ്കിൽ അതിന് ചുമതലപ്പെടുത്തിയിട്ടുള്ള ഒരാളെ കേരളത്തിൽ രാസലഹരി കൈവശം വെച്ചതിൻ്റെ പേരിലാണ് അറസ്റ്റ് ചെയ്തത്. അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്ന ഒരാൾ മുഖ്യമന്ത്രിയുമായി ബന്ധമുണ്ട് എന്നും അതിനോടകം പുറത്തു വന്നിട്ടുള്ള ചിത്രങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ മുഖ്യമന്ത്രിയുടെ സന്ദർശനം, മുഖ്യമന്ത്രിയുമായി അടുത്ത രണ്ടായിട്ടൊന്ന് ഞാൻ പറയാം. അതായത് ശ്രീ വസന്ത് സിറിയക്കുണ്ടി ചർച്ചയിൽ അദ്ദേഹം സംസാരിക്കും. പക്ഷെ ഒരു മിനിറ്റ് ശ്രീ വസന്ത്, ഒരു മിനിറ്റ്. അതായത് ഞാൻ ഇന്നിപ്പോഴീ പറയുന്നത് താങ്കൾ ഇനി മുഖ്യമന്ത്രിക്ക് വേണ്ടി വക്കാലത്ത് പിടിക്കുകയാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. പക്ഷെ അദ്ദേഹം ഇന്ന് ഈ കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ പറഞ്ഞത് ശരിയാണ്, ഈ 2 പേരെ എനിക്കറിയാം, പരിചയമുണ്ട്, അതിൽ നിന്ന് അദ്ദേഹം ഒളിച്ചോടിയിട്ടില്ല. പക്ഷെ അവർ എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഹാൻഡിൽ ചെയ്യുന്ന അതിൻ്റെ കോർഡിനേറ്റേഴ്സ് ആണ് എന്ന വാദത്തെ അദ്ദേഹം തള്ളുകയാണ്. അങ്ങനെ ഒരാളും പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴോ ഇപ്പോൾ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴോ അങ്ങനെ ഒരാൾ ആരുടെയും സഹായം എനിക്കില്ല, മറിച്ച് അവരുടെ വീട്ടിൽ പോകേണ്ടി വന്ന സാഹചര്യങ്ങളൊക്കെ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ താങ്കൾ പറഞ്ഞതുപോലെ ഗൗരവ സ്വഭാവമുള്ളതാണ് ഈ ആരോപണം, അതിലെനിക്കും തർക്കവുമില്ല. അതിനപ്പുറത്തേക്ക് ഈ ആരോപണത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ പ്രതിപക്ഷത്തിന് മുന്നോട്ട് വെക്കാനുണ്ട്? ഇത്തരം ഒരു ആരോപണം നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിലേക്ക് വരുന്നു. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളെപ്പോലെ തന്നെ അല്ലെങ്കിൽ വളരെ പ്രാധാന്യത്തോടു കൂടി ജനങ്ങൾ വാർത്തകൾ അറിയുകയും അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ജനങ്ങളുടെ ഇടയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ്. അത് ഫേസ്ബുക്ക് ആകട്ടെ, ട്വിറ്റർ ആകട്ടെ, ഇൻസ്റ്റാഗ്രാം ആവട്ടെ, ഏതുമാകട്ടെ.
ഇതെല്ലാം ഈ വഴിയാണ് പുതിയ തലമുറ പ്രത്യേകിച്ചും ഈ കാര്യങ്ങൾ കൂടുതലായി അറിയുന്നത്, മനസ്സിലാക്കുന്നത്, ചർച്ചകളുടെ സ്വഭാവം രൂപപ്പെട്ടു വരുന്നത്. എന്തിനധികം നമ്മുടെ രാജ്യത്തിനകത്ത് രാഷ്ട്രീയമായി തന്നെ മാറ്റങ്ങൾക്ക് കാരണമാകുന്ന നിലയിലേക്ക് ഇത്തരം സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന അഭിപ്രായ പ്രകടനങ്ങളിലും അതിലൂടെ വരുന്ന കാര്യങ്ങളുമൊക്കെ രാജ്യത്തിൻ്റെ ജനമനസ്സുകളെ സ്വാധീനിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഇത്തരം ഒരു ആരോപണം വരുമ്പോൾ മുഖ്യമന്ത്രിക്കൊന്നും മറയ്ക്കാനില്ല. പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നത് അതൊക്കെ ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കാനുള്ള സ്വാതന്ത്ര്യവും അവസരവും എല്ലാം നമ്മുടെ മുഖ്യമന്ത്രിക്കുണ്ട്. എന്തിനിങ്ങനെ ഒരു വളഞ്ഞ വഴി സ്വീകരിക്കണം? തനിക്കെതിരായ ഒരു ആരോപണം വന്നാൽ ആ ആരോപണത്തിൻ്റെ ചിത്രങ്ങൾ, വാർത്തകൾ, ശകലങ്ങൾ, അതിൻ്റെ അഭിപ്രായ പ്രകടനങ്ങളൊന്നും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പങ്കുവയ്ക്കാൻ അനുവദിക്കില്ല. അതെല്ലാം ഇത്തരത്തിൽ സാങ്കേതികമായ ന്യായവാദങ്ങൾ പറഞ്ഞു മാറ്റുന്നു എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തിന് ഭൂഷണമാണോ? നമ്മുടെ രാജ്യത്തിനകത്ത് അടിയന്തരാവസ്ഥ നിലനിൽക്കുന്നുണ്ടോ? അല്ലെങ്കിൽ മാധ്യമ സെൻസർഷിപ്പ് നിലനിൽക്കുന്നുണ്ടോ? ആ നിലനിൽക്കുന്ന പോലെയല്ലേ ഇപ്പൊ മുഖ്യമന്ത്രിയും നമ്മുടെ സംസ്ഥാനത്തിനകത്ത് ഇപ്പോൾ ഈ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ തീർച്ചയായും ഇത് കേന്ദ്രത്തിൻ്റെ സഹായമില്ലാതെ, ഇവിടെ തന്നെ നമ്മുടെ സുഹൃത്ത് ഇവിടെ നേരത്തെ ചർച്ചയിൽ പറഞ്ഞു, കേന്ദ്ര സർക്കാരിൻ്റെയും BJPയുടെയും പല താല്പര്യങ്ങളും സംരക്ഷിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ ഭയപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചില പ്ലാറ്റ്ഫോമുകളൊക്കെ നമ്മുടെ രാജ്യത്തിനകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും ആ കേന്ദ്ര സർക്കാരിൻ്റെ സഹായം ഈ സംസ്ഥാനത്തിനകത്ത് കേന്ദ്രത്തിന് കിട്ടുകയാണ്. ഈ ആരോപണം, ഇങ്ങനെ കേന്ദ്ര സർക്കാർ ഇതിനെയെല്ലാം ഉപയോഗപ്പെടുത്തുന്നു എന്ന് പറയുന്ന ആരോപണം ഞങ്ങൾ പറയുന്നതിനേക്കാൾ ശക്തമായ ഭാഷയിൽ ഈ രാജ്യത്തിനകത്ത് അവതരിപ്പിച്ചിട്ടുള്ള ആള് കോൺഗ്രസിന്റെ നേതാവും രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവുമായ ശ്രീ രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹമാണ് പറഞ്ഞത് കേന്ദ്ര സർക്കാരിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി സോഷ്യൽ മീഡിയകളുടെ ഇത്തരം ഉള്ളടക്കങ്ങളെ നീക്കം ചെയ്യുകയും മാനിപ്പുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ആ അഭിപ്രായത്തിന് കോൺഗ്രസിന്റെ നേതാക്കൾ നിൽക്കുമ്പോഴാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അത് വളരെ ഗൗരവതരമായ പ്രശ്നം എന്ന് പറയുന്നത് ശ്രീ വസന്ത് സിറിയക്, ഇനി എന്തൊക്കെ പറഞ്ഞാലും മുഖ്യമന്ത്രി ഇന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ പറഞ്ഞ കാര്യം, ഞാൻ വേണമെങ്കിൽ മെറ്റയ്ക്ക് എഴുതാം എൻ്റെ പോസ്റ്റുകൾ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നാണ്. പക്ഷെ അതൊന്നും ഈ ഉയർന്നു വന്ന ആരോപണങ്ങൾക്കുള്ള മറുപടിയായി നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല. മെറ്റ എന്ന സംവിധാനം, ആ കോർപ്പറേറ്റ് കമ്പനി, അവർ കേന്ദ്ര സർക്കാരുമായി നടത്തിയിട്ടുള്ള ചർച്ചകളിൽ തന്നെ പറഞ്ഞിട്ട് അൽഗോരിതത്തിൻ്റെ സാങ്കേതിക പിഴവുകൾ കൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ വീഡിയോ നീക്കം ചെയ്യപ്പെട്ടത് എന്നാണ്. സാങ്കേതിക പിഴവ് കൊണ്ട് മാത്രമല്ല, ബോധപൂർവം ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയും എന്നാണ് ഈ സൈബർ രംഗത്തെ വിദഗ്ധനായ ഋഷികേഷ് ഇപ്പോൾ നമുക്ക് പറഞ്ഞു തന്നത്. ഇതിലെ ആരോപണത്തിൻ്റെ ഒരു ഗൗരവം ഈ പല കാര്യങ്ങളിൽ, ഇപ്പോൾ PM ശ്രീ ആകട്ടെ, അല്ലെങ്കിൽ അതിനുശേഷം ഇപ്പോൾ വന്ദേമാതരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാകട്ടെ, ഇതിലൊക്കെ പ്രതിപക്ഷത്തിരുന്ന് ഉയർന്നു വരുന്നൊരു വിവാദം RSSൻ്റെയും BJPയുടെയും സംഘപരിവാർ സംഘടനകളുടെയും ഒക്കെ താല്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊണ്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി VD സതീശൻ പ്രവർത്തിക്കുന്നതെന്നാണ്. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് അദ്ദേഹത്തിനെതിരെയായ വിമർശനങ്ങൾ ഉയർന്നു വരുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ അപ്രത്യക്ഷമാകുന്നതിനെ പ്രതിപക്ഷം കാണുന്നത്. അതിന് രാഷ്ട്രീയമായ ഒരു വിശദീകരണം കൂടി മുഖ്യമന്ത്രി നൽകേണ്ടതല്ലേ? അത് അദ്ദേഹം നൽകിയിട്ടുണ്ടോ? അതല്ലെങ്കിൽ സംശയിക്കാൻ ഇട നൽകുന്ന തരത്തിലുള്ള ചില ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നില്ലേ? നോക്കൂ ഗോപികൃഷ്ണൻ, ഒന്നെങ്കിൽ CPMനും CPM പ്രതിനിധിക്കും ഈ വിഷയത്തെപ്പറ്റി വലിയ ധാരണയില്ല. കാരണം ഇവർ കുറേ കാലം കമ്പ്യൂട്ടറിനെതിരായിരുന്നുകൊണ്ട് കമ്പ്യൂട്ടറും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലെ പുതിയ അപ്ഡേഷനുകളെ പറ്റി അറിയാത്തതായിരിക്കാം. അദ്ദേഹം പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായം ഉണ്ടെങ്കിലാണ് ഒരു സംസ്ഥാന ഗവൺമെന്റിന് മെറ്റ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരു പോസ്റ്റ് റിമൂവ് ചെയ്യാൻ സാധിക്കുക. തെറ്റാണ് സാർ. IT ആക്ടിന്റെ 79(3)B, അതായത് നേരത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് IT വിദഗ്ധൻ പറഞ്ഞ 79(1) ഉണ്ട്. അത് സേഫ് ഹാർബർ ഷീൽഡ് എന്നാണ് പറയുന്നത്. ഈ സേഫ് ഹാർബർ ഷീൽഡ് 79(1) പ്രകാരം ഫേസ്ബുക്കിന്, ഇൻസ്റ്റഗ്രാമിന്, ട്വിറ്ററിന്, എക്സിനൊക്കെ ഒരു ഷീൽഡ് കൊടുക്കുന്നുണ്ട്. എന്താ ഷീൽഡ്? ഞാനോ ഗോപികൃഷ്ണനോ ഒരു പോസ്റ്റ് ഇടുന്നു ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ, ആ പോസ്റ്റും അല്ലെങ്കിൽ ആ കോണ്ടന്റുമായി ബന്ധപ്പെട്ട സമ്പൂർണ്ണ ഉത്തരവാദിത്തം എനിക്കും ഗോപികൃഷ്ണനും മാത്രമാണ്. ആ പ്ലാറ്റ്ഫോമിന്, ഒരു ഇന്റർമീഡിയറി പ്ലാറ്റ്ഫോം എന്ന നിലയിൽ അവരെ അത് ഒരു തരത്തിലും ഒരു നിയമ നടപടികളിലേക്കും വലിച്ചഴയ്ക്കാൻ 79(1) പ്രകാരം ഇന്ത്യയിൽ സാധിക്കില്ല. ഇപ്പൊ ഞാനൊരു അപകീർത്തിപരമായ പോസ്റ്റ് ഗോപികൃഷ്ണനെതിരെ ഇട്ടാൽ ഗോപികൃഷ്ണനെ എനിക്കെതിരെ മാത്രമാണ് ഡിഫമേഷൻ ഇന്ത്യയിൽ ഫയൽ ചെയ്യാൻ സാധിക്കുക. ഒരു കാരണവശാലും അത് ഫേസ്ബുക്കിലാണ് ഇട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിനെ കക്ഷിയെടുക്കാൻ പറ്റില്ല. അതാണ് 79(1) സേഫ് ഹാർബർ ഷീൽഡ്. എന്നാൽ ആ സേഫ് ഹാർബർ ഷീൽഡിൽ നിന്ന് ഈ ഇന്റർമീഡിയറി പ്ലാറ്റ്ഫോമുകളെ വെളിയിലേക്ക് കൊണ്ടുവരുന്ന, അവർക്ക് ആ ഒരു ഡിഫൻസ് എടുക്കാൻ പറ്റാത്ത അവസരമാണ് 79(3)B, അതായത്
പ്രോപ്പർ നോട്ടീസ് ഫ്രം ദ ഗവൺമെന്റ് മിഷണറി എന്നാണ് അതിന് പറയുക. അതായത് സ്റ്റേറ്റ് ഗവൺമെന്റോ എന്തിനേറെ നമ്മുടെ പഞ്ചായത്ത് സംവിധാനങ്ങളിലെ അവർ പോലും ഈ 79(3)B പ്രകാരം മെറ്റയ്ക്കോ മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനോ ഒരു നോട്ടീസ് നൽകുകയാണ്. നോക്കൂ, ഇത് ഡിഫമേറ്ററി ആണ്, ഈ പറയുന്ന പോസ്റ്റ് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നോട്ടീസ് കൊടുത്താൽ അത് അവരുടെ അക്നോളജ്മെന്റിൽ എത്തി എന്നാണ്. എന്നിട്ടും അത് അവർ വിത്തിൻ 24 അവേഴ്സ് ആണ് നിയമം പറയുന്ന സമയം, അതിനുള്ളിൽ റിമൂവ് ചെയ്തില്ലെങ്കിൽ സ്വാഭാവികമായും ഈ സേഫ് ഹാർബർ ഷീൽഡ് അവർക്ക് നഷ്ടപ്പെടുകയും അവരും നിയമ നടപടിയിലേക്ക് വരികയും ചെയ്യും. അതുകൊണ്ട് നിതിൻ കണിച്ചേരിയും CPM മനസ്സിലാക്കേണ്ടത്, ഇപ്പോ കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയൊന്നും ആവശ്യമില്ല. സംസ്ഥാന സർക്കാരിനോ ഏതെങ്കിലും ഒരു സർക്കാർ സംവിധാനത്തിനോ ഒരു പോസ്റ്റ് റിമൂവ് ചെയ്യാൻ കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടു കൂടി എന്ന വാദം, ആ ഒരു വാദമുഖം ഉപേക്ഷിക്കണം. പക്ഷെ ഒരൊറ്റ കാര്യം ശ്രീ വസന്ത് സിറിയക്, അതായത് അത്തരം പോസ്റ്റ് ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ, അല്ല ഒറ്റ സെക്കൻഡ്, അതായത് താങ്കൾ ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ സേഫ് ഹാർബർ പരിരക്ഷ തന്നെ നമുക്ക് എടുക്കാം. അവിടെയും രാജ്യത്തിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായതോ രാജ്യത്തെ നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുന്നതോ അല്ലെങ്കിൽ നിലവിലുള്ള ഭരണഘടനാപരമായ അവകാശങ്ങളെ വെല്ലുവിളിക്കുന്നതോ ആയ കോണ്ടന്റുകൾ റിമൂവ് ചെയ്യുന്ന കാര്യത്തിലാണ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അതിനകത്ത് ഉത്തരവാദികളായി മാറുന്നത്. എന്ന് പറഞ്ഞാൽ ആ കണ്ടന്റ് ജനറേറ്റ് ചെയ്ത ആൾ മാത്രമല്ല, അത് ഏത് പ്ലാറ്റ്ഫോമിലാണോ വന്നത് ആ പ്ലാറ്റ്ഫോമുകൾ പോലും ഉത്തരവാദികളായി മാറുന്നു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരം സന്ദർഭങ്ങളിലാണ് ഒരു കോണ്ടന്റ് റിമൂവ് ചെയ്യപ്പെടുന്നത്, അല്ലെ? അതാണ് സുപ്രീം കോടതി ഉത്തരവിലൂടെയും വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ സ്വഭാവത്തിലുള്ള ഏത് കോണ്ടന്റ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് VD സതീശനെതിരെ? ശ്രീ ഗോപി, ഞാൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അങ്ങേക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞത് 79(3)B നോട്ടീസ് സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തു എന്നല്ല പറഞ്ഞത്. ഇത് മുമ്പ് ഈ 79(3)B ഞങ്ങൾ അടക്കുന്ന അഭിഭാഷകരെല്ലാം പെട്ടെന്ന് ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് ഏത് ഇൻസിഡന്റ് ആണെന്ന് അറിയാമോ? തിരഞ്ഞെടുപ്പ് കാലത്ത് ഇലക്ഷൻ കമ്മീഷനെ കൊണ്ട് കേരളത്തിലെ പോലീസ് 79(3)B നോട്ടീസ് ഫേസ്ബുക്കിന് കൊടുത്തു. ഏത് ഇന്റർവ്യൂ റിമൂവ് ചെയ്യാനാ? VD സതീശൻ മനോരമ ന്യൂസ് ചാനലിന്റെ ചീഫ് എഡിറ്റർ ജോണി ലൂക്കോസുമായി നടത്തിയ ഇന്റർവ്യൂ എടുത്ത് കളയാൻ വേണ്ടി മനോരമയുടെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ആ വീഡിയോ റിമൂവ് ചെയ്യപ്പെട്ടു. അന്ന് വളരെ കൃത്യമായി ഞങ്ങൾ വിവരാവകാശ നിയമം അടക്കം ഉന്നയിച്ചുകൊണ്ട് ഇങ്ങനൊരു നോട്ടീസ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട് എന്നായിരുന്നു ഉത്തരം. അതായത് മുമ്പ് ഇതെടുത്ത് പ്രയോഗിച്ചത് CPM ഭരിക്കുന്ന ഗവൺമെന്റ് ആയിരുന്നു സാർ. എന്നാൽ ഞങ്ങളുടെ കാലത്ത് ഇന്ന് ആ മുഖ്യമന്ത്രി നേരിട്ട് വന്ന് പറയുന്നു, ഞങ്ങൾ അങ്ങനെ ഒരു സാധനം ഉപയോഗിച്ചിട്ടില്ല. ഏത് ഈ 79(3)B എന്ന് പറയുന്ന വാള് അത് സംസ്ഥാന സർക്കാർ എടുത്ത് ഉപയോഗിച്ചിട്ടില്ല എന്ന് മുഖ്യമന്ത്രി നേരിട്ട് നിങ്ങളോട് മാലോകരോട് കൃത്യമായി പറഞ്ഞ ശേഷം ഇനി അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് തെളിയിക്കാൻ പ്രതിപക്ഷത്തിന് എന്തൊക്കെ അവസരങ്ങളുണ്ട്? നിങ്ങൾക്ക് ഈ പറയുന്ന ഇൻഫർമേഷൻ ആക്ട് ഉപയോഗിക്കാം, നിങ്ങൾക്ക് നിയമസഭയിൽ ചോദിക്കാം, അങ്ങനെ ഒരുപാട് അവസരങ്ങളുണ്ട്. മുഖ്യമന്ത്രിയോ സംസ്ഥാന സർക്കാരോ നുണയാണ് പറഞ്ഞതെങ്കിൽ നിങ്ങൾക്ക് അത് തെളിയിക്കാം. ഒറ്റ സെക്കൻഡ്, ഞാൻ അതിലൊരു കാര്യമുണ്ട്. അതിനിപ്പോൾ പറഞ്ഞത് VD സതീശൻ പ്രതിപക്ഷ നേതാവായ സമയത്ത് മനോരമയ്ക്ക് നൽകിയ അഭിമുഖം മെറ്റ നീക്കിയത് രത്തൻ കേൽക്കർ കമ്മീഷനായിരിക്കുമ്പോഴാണ് സംഭവിച്ചതെന്നും ഇലക്ഷൻ കമ്മീഷൻ തന്നെ ആ സമയത്ത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഘട്ടമായതുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഇടപെട്ടാണ് ഈ അഭിമുഖം വീണ്ടും വന്നതെന്നും ആ രത്തൻ കേൽക്കറാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി എന്നും അതുകൊണ്ട് ഇത് ചെയ്യിപ്പിക്കാൻ പാകത്തിലുള്ള ബന്ധം മുഖ്യമന്ത്രിയുമായി രത്തൻ കേൽക്കറിനുണ്ട് എന്നുമാണ് MP ഗോവിന്ദൻ ഇതേ വിഷയത്തിൽ നടത്തിയിട്ടുള്ള പരാമർശം. ഇനി ഞാൻ പറഞ്ഞതിനും അപ്പുറത്ത് അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ നമുക്കൊന്ന് കേൾക്കാം. ശ്രീ വസന്ത് സിറിയക്, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഇതാ MP ഗോവിന്ദൻ ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ വാക്കുകൾ ഒരിക്കൽ. തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ പൂർണ്ണമായിട്ട് ഈ കാര്യങ്ങൾ നിർവഹിച്ചിട്ടുള്ളത് രത്തൻ കേൽക്കറുടെ നേതൃത്വത്തിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഇടപെട്ടിട്ടാണ് പിന്നീട് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ആ വാർത്ത വരികയും ചെയ്തത്. അദ്ദേഹത്തെയാണ് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത്. അത്രത്തോളം ബന്ധമുണ്ട് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള തെളിവായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. കാരണം അദ്ദേഹം IT സെക്രട്ടറി കൂടിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് മെറ്റയിൽ ഒരു സ്വാധീനമില്ല എന്ന പച്ച കള്ളമാണ് മുഖ്യമന്ത്രി ഇന്ന് വിശദീകരിച്ചത്. ശരി, ശ്രീ വസന്ത് സിറിയകിന് ചോദ്യത്തിന്റെ ആവശ്യമില്ലല്ലോ. അതിന്റെ ഉത്തരം പറയാം. മാർച്ച് മാസം 27, 2026 ഈ പറയുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ലെറ്റർ, ഞാൻ ഈ പറയുന്ന നോട്ടീസ് മെറ്റയ്ക്ക് പോകുന്നത്. അതെങ്ങനെയാ പോകുന്നതെന്ന് അറിയാമോ? സംസ്ഥാനത്തെ സൈബർ ഓപ്പറേഷൻ വിങ് പോലീസിന്റെ, കേരള പോലീസിൻ്റെത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് കൊടുത്തിട്ട് ആ നോട്ടീസാണ് ഫോർവേഡ് ചെയ്യപ്പെടുന്നത്. അതായത് അന്ന് പോലീസാണ് ആ പരാതി എടുക്കുന്നത്, പോലീസിന്റെ സൈബർ ഓപ്പറേഷൻസ് ആണ് ആ പരാതി ഫോർവേഡ് ചെയ്യുന്നത്. ഇനി ഒരു കാര്യം കൂടി പറയാം. ഈ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ, നുണ പറയുന്നതിൽ ഇവർക്ക് വലിയ അഗ്രഗണ്യത്വമുണ്ട്. അത് നമ്മൾ ഇന്ന് തോമസ് ഐസക്കിന്റെ ഒരു കാര്യത്തിൽ മനസ്സിലായില്ലേ? തോമസ് ഐസക്ക് പറയാണ്, ഗോപികൃഷ്ണൻ ഞാൻ ജെമിനിയോട് ചോദിച്ചപ്പോൾ ഇത് റിമൂവ് ചെയ്തത് ആരാണെന്ന് പറഞ്ഞു? VD സതീശന്റെ സർക്കാരാണെന്ന് പറഞ്ഞത്. നോക്കൂ, ഞാനിപ്പോ ജെമിനിയിൽ
who is Dr. Thomas Isaac or in which subject he has the doctorate എന്ന് കൊടുത്തിട്ട് ഞാനൊരു 10 തവണ കയറുപരി ശാസ്ത്രം എന്ന് അടിച്ചു കൊടുത്താൽ നാളെ ഗോപികൃഷ്ണൻ പോയി ഐസക്കിന്റെ ഡോക്ടറേറ്റ് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ജെമിനി അങ്ങേക്ക് ഉത്തരം തരും ഇൻ കയറുപരി ശാസ്ത്രം. അപ്പോ ജെമിനിയും ഈ പറയുന്ന ചാറ്റ് GPT അടക്കമുള്ള AI സെർച്ച് എഞ്ചിൻസിന് ഒപ്റ്റിമൈസ് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. ഇതൊന്നും അറിയാതെയാണോ ഇന്നത്തെ കാലത്ത് രാഷ്ട്രീയം സംവേദിക്കുന്നത്? അപ്പോ ഒരു 10 കമ്മ്യൂണിസ്റ്റുകൾ, ഒരു 10 CPM-കാർ കയറിയിരുന്നത് ഇത് VD സതീശൻ സർക്കാരാണ് റിമൂവ് ചെയ്തതെന്ന് ആൻസർ അങ്ങോട്ട് കൊടുത്താൽ, ആൻസർ അങ്ങോട്ട് പ്രോംപ്റ്റ് ചെയ്താൽ 11ാമത് ചോദിക്കുന്ന ആൾക്കും അത് തന്നെ ആയിരിക്കും ഉത്തരം. എന്ന് വെച്ച് കയറുപരിയിലാണോ ഡോക്ടർ തോമസ് ഐസക്കിന് ഡോക്ടറേറ്റ് ഉള്ളത്? ഇത്തരം വാദങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ കാലത്തെ പിള്ളേരുടെ അടുത്ത് രാഷ്ട്രീയം പറയാൻ വന്നാൽ ഇളിഫ്യരായി പോകത്തേ ഉള്ളൂ. ഞങ്ങളെ സംബന്ധിച്ച് ഈ കാര്യത്തിൽ ക്ലിയർ കട്ടായ ഒരു സ്റ്റാൻഡുണ്ട്. ആ സ്റ്റാൻഡ് ഇതാണ്: ഞങ്ങൾ ഇതിന്റെ ദോഷഫലങ്ങൾ അനുഭവിച്ചവരാണ് ശ്രീ ഗോപികൃഷ്ണൻ. അതുകൊണ്ട് ഞങ്ങൾ ഒരു കാരണവശാലും ആ വാള് എടുത്തുപയോഗിക്കാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല, ഉപയോഗിക്കുകയുമില്ല. ഞങ്ങൾ വിമർശനങ്ങളെ ഭയപ്പെടുന്നവരല്ല. ഇനി അങ്ങനെ ഏതെങ്കിലും ഒരു ചാനൽ, ഒരു പ്രത്യേക ചാനലാണല്ലോ ഇപ്പോൾ ഇതുമായി വരുന്നത്, ആ ചാനലിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെയോ വളരെ ക്ലിയർ ആയ ഡിഫമേറ്ററി അല്ലാത്ത ഏതെങ്കിലുമൊക്കെ പോസ്റ്റുകൾ റിമൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സംസ്ഥാന പോലീസിന് പരാതി നൽകിയാൽ ഞങ്ങൾ നൽകാം നോട്ടീസ് മെറ്റയ്ക്ക്, അത് റീഇൻസ്റ്റേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പോലീസ് നൽകാം, ഞങ്ങളുടെ മുഖ്യമന്ത്രി നൽകാം. അതിൽ കൂടുതൽ എന്ത് ഉറപ്പാ, അതിൽ കൂടുതൽ എന്ത് വാക്കാ ഈ വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കേണ്ടത്? അങ്ങനെ കൊടുക്കാൻ ധൈര്യമുണ്ടായിരുന്ന ഒരു സർക്കാർ ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. ശരി, ശ്രീ വസന്ത് സിറിയക്, ഞാൻ ഈ കാര്യത്തിൽ ശ്രീ നിതിൻ കണിച്ചേരിയുടെ അഭിപ്രായം കൂടി നമുക്ക് എടുക്കാം. ശ്രീ നിതിൻ കണിച്ചേരി, ഇതിനകത്ത് ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധിയായി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ വസന്ത് പറയുന്നു, ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഇനി ഞങ്ങളൊരു നോട്ടീസ് കൊടുത്ത് ഈ എടുത്തു കളഞ്ഞ ഈ സോഷ്യൽ മീഡിയ കോണ്ടന്റ് ഒക്കെ തിരികെ കൊണ്ടുവരണമെന്നാണെങ്കിൽ അതിനും ഞങ്ങൾ തയ്യാറാണ്. ഇനി ഇത് സർക്കാർ നോട്ടീസ് നൽകി അല്ലെങ്കിൽ സർക്കാർ ആവശ്യപ്പെട്ടിട്ട് ഇത് നീക്കം ചെയ്യപ്പെട്ടതാണെന്ന് തെളിയിക്കാൻ അവർ പ്രതിപക്ഷത്തെ വെല്ലുവിളിക്കുകയാണ്. ഇതിലും സുതാര്യമായും സത്യസന്ധമായും ഈ വിഷയത്തോട് ഇതിനപ്പുറം എങ്ങനെ പ്രതികരിക്കുമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അല്ല, ഇപ്പോൾ വസന്തിനുള്ള മറുപടിയൊക്കെ ഗോപികൃഷ്ണനും ഇതിൽ തന്ന ഇതിൽ വന്ന വാർത്തയിൽ ഗോവിന്ദ മാഷും ഒക്കെ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണല്ലോ. വിവരമില്ലായ്മ എന്ന് പറയുന്നത് ഒരു കുഴപ്പമാണെന്ന് ഞാൻ പറയുന്നില്ല, അതിപ്പോൾ മനുഷ്യന് സംഭവിക്കാവുന്നതാണ്. പക്ഷെ അതൊരു അലങ്കാരമായിട്ട് നെറ്റിയിൽ കൊണ്ടു നടക്കാതിരിക്കാൻ കോൺഗ്രസ്സുകാരും പ്രത്യേകിച്ച് അദ്ദേഹത്തെ പോലെയുള്ള ആളുകളൊക്കെ ഒന്ന് ശ്രമിക്കേണ്ടതാണ്. എന്താണ് ഇവിടെയുള്ള രാഷ്ട്രീയ പ്രശ്നം? എന്താണ് ഇതിലെ നിയമത്തെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളല്ല നമ്മളിവിടെ ചർച്ച ചെയ്തത്. ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ്. ഇന്ത്യയിൽ ഈ രാഷ്ട്രീയ പ്രശ്നം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമ്മുടെ രാജ്യത്തിനകത്ത് ഇപ്പോൾ വലിയ യുവജന പ്രക്ഷോഭം ഡൽഹിയിലുണ്ടായി. കേന്ദ്രത്തിലെ ഒരു മന്ത്രിക്ക് ഇതിനേക്കാൾ വലിയ അധികാര കേന്ദ്രവും അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നാണല്ലോ. വസന്തിനേക്കാൾ വലിയ അഹങ്കാരം കാണിച്ച് നടന്നിരുന്നവരാണല്ലോ കേന്ദ്രത്തിലെ BJP-യുടെ സർക്കാർ. അതിലെ ഒരു മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്ന വലിയ പ്രക്ഷോഭം ഈ രാജ്യത്തിനകത്തുണ്ടായി. ആ പ്രക്ഷോഭത്തോട് കേന്ദ്ര സർക്കാർ എടുത്ത സമീപനം എങ്ങനെയായിരുന്നു? സോഷ്യൽ മീഡിയകളിൽ അതിൻ്റെ റീലുകൾ പ്രചരിക്കാൻ പാടില്ല, മെറ്റയെ ഉപയോഗിച്ച്, അതുപോലെ തന്നെ ഡാറ്റ കുട്ടികൾക്ക് നൽകാതെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയെല്ലാമാണ് ആ സമരത്തെ മറികടക്കാൻ കേന്ദ്രത്തിലെ BJP പരിശ്രമിച്ചത്. അതേ തന്നെയല്ലേ ഇവിടെ കേരളത്തിൽ VD സതീശനും ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതിനുള്ള ഉത്തരം താങ്കൾ തന്നെ ഇവിടെ പറഞ്ഞു. അദ്ദേഹം ഇവിടെ ചില പഴയ സർക്കാരിൻ്റെ തെരഞ്ഞെടുപ്പ് കാലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനായി പ്രവർത്തിച്ചിരുന്ന IAS ഉദ്യോഗസ്ഥൻ രത്തൻ കേൽക്കർ എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയി ഇരിക്കുന്നത്? ആ രത്തൻ കേൽക്കർക്ക് പോലീസ് ഒരു റിപ്പോർട്ട് കൊടുത്ത് മണിക്കൂറുകൾക്കകം മെറ്റയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാനലിൽ നിന്ന് ഉള്ളടക്കം നീക്കം ചെയ്യാൻ പ്രാപ്തിയും കഴിവുമുള്ള ഉദ്യോഗസ്ഥനാണ് അദ്ദേഹമെങ്കിൽ, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന അദ്ദേഹം മുഖ്യമന്ത്രിക്ക് വേണ്ടി ആ കാര്യം ചെയ്യില്ലേ? അതിന് സഹായം കേന്ദ്രം കൊടുക്കില്ലേ? ഇവിടെ വസന്ത തന്നെ പറഞ്ഞു, സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ നീക്കാം. അത് തന്നെയാണ് ഞങ്ങളുടെ ആരോപണം. സംസ്ഥാന സർക്കാർ അങ്ങനെ നീക്കുന്നതിന് വേണ്ടി ഇടപെട്ടിട്ടുണ്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ടുണ്ട്. അത് അനധികൃതമായി ഇടപെട്ടതാണ്. അപകീർത്തികരമായ ഏതെങ്കിലും പരാമർശങ്ങളുണ്ട് അല്ലെങ്കിൽ ഇതിന് നിയമപരമായി നിലനിൽക്കാത്ത കാര്യമുണ്ട്, ലീഗലൈസ് ചെയ്ത് നോട്ടീസ് ചെയ്യുന്നതിന് ഞങ്ങൾ എതിരല്ല. നിങ്ങൾ നിയമപ്രകാരം പ്രവർത്തിച്ചോ. പക്ഷേ നിയമപ്രകാരം പ്രവർത്തിക്കാതെ അപ്രഖ്യാപിതമായ സെൻസർഷിപ്പ് നമ്മുടെ രാജ്യത്തിനകത്ത്, നമ്മുടെ സംസ്ഥാനത്തിനകത്ത് ഏർപ്പെടുത്തുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അത് അന്വേഷിക്കേണ്ടതും പുറത്തു കൊണ്ടുവരേണ്ടതും എന്തുകൊണ്ടാണ് മെറ്റ പ്രതിപക്ഷ നേതാവിൻ്റെ പിണറായി വിജയന്റെ പോസ്റ്റ് നീക്കിയത് അന്വേഷിക്കേണ്ടതാണ്. ഏത് സാഹചര്യത്തിലാണ് അത് നീക്കിയത്? ആ സാഹചര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇവിടെ കേരളത്തിൽ ഇവരുടെ തന്നെ സർക്കാരിലെ ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ ഓപ്പറേഷൻ ആയിട്ടാണല്ലോ തൂഫാൻ കേരളത്തിൽ അവതരിപ്പിച്ചത്, മയക്കുമരുന്നിനെതിരായിട്ടുള്ള വേട്ട. ആ മയക്കുമരുന്ന് വേട്ട ഇങ്ങനെ ഇഴകീറി ചെല്ലുമ്പോൾ അതിൽ പെടുന്നവരാരാണ്?
മുഖ്യമന്ത്രി സന്ദർശനം നടത്തിയ മുഖ്യമന്ത്രിയുമായി ഏറ്റവും അടുത്ത സൗഹൃദമുള്ള ആളുകൾ അതിൽ പെടുന്നു. അപ്പൊ മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞു, എന്താ കളവ് പറഞ്ഞത്? കള്ളം പറയുന്നത് ഞങ്ങളല്ല വസന്തേ, നിങ്ങളുടെ മുഖ്യമന്ത്രിയാണ്. ആദ്യം പറഞ്ഞു നവകേരള സദസ്സിൽ പരിക്കുപറ്റിയ ചെറുപ്പക്കാരായിരുന്നു യൂത്ത് കോൺഗ്രസ്സുകാർ, അങ്ങനെയാണ് ഞങ്ങൾ കാണാൻ പോയത്. മുഖ്യമന്ത്രി വീട്ടിൽ പോയതിന്റെ ചിത്രം പ്രതിയുടെ ഫേസ്ബുക്ക് പരിശോധിച്ചപ്പോൾ കണ്ടത് ഒക്ടോബർ മാസത്തിൽ, നവകേരള മാർച്ച് സദസ്സ് നടന്നത് ഡിസംബർ മാസത്തിൽ നടന്ന ഒരു കാര്യത്തിൽ പരിക്കേറ്റവരെ കാണാനാണ് പോയത് എന്ന് ഇങ്ങനെ കള്ളം പറയുന്ന ഒരാളായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിമാരുടെ ചരിത്രത്തിൽ ഇടത്തും വലത്തുമൊക്കെയുള്ള ഒരുപാട് ആളുകൾ കേരളത്തിൽ മുഖ്യമന്ത്രിയായിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ പച്ചക്കള്ളം പറയുന്ന, ജനങ്ങളുടെ മുമ്പിൽ കള്ളം മാത്രം പറയുന്ന ഒരാളായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അധപ്പതിച്ചിരിക്കുന്നു. അത് വി.ഡി. സതീശനാണ്. അതിനൊത്താശ പാടാനാണ് കോൺഗ്രസ്സുകാർ ഇവിടെ പരിശ്രമിക്കുന്നത്. ആ മന്ത്രിസഭയിലെ അംഗമായ വസന്തിന്റെ നേതാവ്, യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞു അവർ യൂത്ത് കോൺഗ്രസ്സുകാരെ അല്ല. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എറണാകുളത്തെ യൂത്ത് കോൺഗ്രസിന്റെ കമ്മിറ്റി നടപടിയെടുത്ത് പുറത്താക്കി എന്ന സ്റ്റേറ്റ്മെന്റ് വന്നു. അപ്പൊ കാര്യങ്ങൾ തെളിഞ്ഞല്ലോ ആരാണെന്ന്. അപ്പൊ മയക്കുമരുന്ന് കേസിലെ പ്രതികളെ സംരക്ഷിക്കാൻ ആരാണ് നിൽക്കുന്നത്? ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസ് പിടിക്കാൻ പറയുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസ് അവരെ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്നു. ഇപ്പോ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ മാറ്റിയല്ലോ ചുമതലയിൽ നിന്ന്. എന്തിനാണ് മാറ്റിയത്? ഇതൊന്നും ജനങ്ങൾ അറിഞ്ഞുകൂടാ. അപ്പൊ വസന്ത് മനസ്സിലാക്കേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മൂടിവെക്കാൻ നിങ്ങൾ നോക്കിക്കോ. നിങ്ങൾ മൂടിവെക്കാൻ ശ്രമിച്ചാൽ മൂടിവെക്കാൻ കഴിയുന്നതല്ല സത്യം എന്ന അടിസ്ഥാന പ്രമാണം വസന്ത് മനസ്സിലാക്കണം. ഇതെല്ലാം പുറത്തു വരും. ആ പുറത്തു വരുന്നത് ഇന്ന് നമ്മുടെ നാട്ടിലെ പുതിയ തലമുറ, കൗമാരക്കാർ, ചെറുപ്പക്കാർ, യുവാക്കൾ, ഇവരെല്ലാം ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണ്. അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നത്, അവർ വാർത്തകൾ അറിയുന്നത്, ആ വാർത്തകൾ വിശകലനം ചെയ്യുന്നത്, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നത്, രാഷ്ട്രീയ മാറ്റത്തിന് വരെ കാരണമാകുന്ന ആ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഇത് നീക്കാൻ തങ്ങൾക്കില്ലാത്ത അല്ലെങ്കിൽ തങ്ങൾക്കുള്ള ഒരധികാരത്തെ അപ്രഖ്യാപിതമായി ഉപയോഗിക്കുന്നു. അതാണ് ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞത്. അതിന് BJP-യുമായിട്ടുള്ള ഒത്താശ എങ്ങനെയാണ് വരുന്നത്? നിങ്ങൾ നോക്കൂ, TG മോഹൻദാസ് ഈ ഇന്ത്യയിൽ നടന്ന ജന്തർ മന്ദരത്തിലെ പ്രക്ഷോഭത്തെ ഇത്രയും മോശമായും വികലമായും പറഞ്ഞ ഒരാൾ ഈ രാജ്യത്തിനകത്ത് വേറെ ഉണ്ടാവില്ല. എത്ര വലിയ RSSകാരനായ ആളും ഉണ്ടാവില്ല. ആ TG മോഹൻദാസിന് ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ ജാമ്യം കിട്ടുന്നത് പോലെ അറസ്റ്റ് ചെയ്ത് സഹായിക്കുന്നു. അയാളുടെ പോസ്റ്റ് ഇതുവരെയും സോഷ്യൽ മീഡിയയിൽ നിന്ന് നീക്കം ചെയ്തിട്ടില്ല. അതിപ്പോഴും അവിടെ കിടക്കുകയാണ്. പക്ഷേ മുഖ്യമന്ത്രിക്കെതിരായ പ്രതിപക്ഷ നേതാവിന്റെ പരാമർശം അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റ് അതിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്നു. ഇതിൽ രാഷ്ട്രീയമില്ലേ? വസന്തിന് ഇതിൽ രാഷ്ട്രീയം കാണാൻ പറ്റുന്നില്ലേ? PM3 പദ്ധതിയിൽ ഞങ്ങളിതാ ഒപ്പിടില്ല, അറബിക്കടലിൽ കൊണ്ട് എറിയും എന്നല്ലേ നമ്മളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട പ്രശ്നം ഇത് മെറ്റയുടെ അൽഗോരിതം സാങ്കേതിക പ്രശ്നമാണോ, അതല്ല ഏതെങ്കിലും ഈ അധികാര കേന്ദ്രങ്ങളുടെ ഇടപെടലാണോ എന്നതാണ്. ഏതായാലും അധികാര കേന്ദ്രങ്ങളുടെ ഇടപെടൽ എന്ന് വ്യാഖ്യാനിക്കാൻ പാകത്തിലുള്ള തെളിവുകൾ, അതല്ലെങ്കിൽ അത് കുറച്ചുകൂടി വ്യക്തതയോടുകൂടി അവതരിപ്പിക്കുക, ഇതൊക്കെ പ്രതിപക്ഷത്തിന് മുന്നിലുള്ള വെല്ലുവിളികളും ദൗത്യവും ഒക്കെയാണ്. ഏതായാലും ഞാനൊരു ചെറിയ ഇടവേള എടുത്ത ശേഷം വരാം. ഋഷികേഷ് ഭാസ്കരൻ ഈ ചർച്ച കേൾക്കുന്നുണ്ട്. അദ്ദേഹത്തിന് പറയാൻ കഴിയുക സൈബർ വിദഗ്ധൻ എന്ന നിലയിൽ ഇതിന്റെ സാങ്കേതിക കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇത് എത്രത്തോളം ഇത് സാങ്കേതികത്വം അവരാണ് പറയേണ്ടത്, ഞാനല്ല. അതെ, ഞാൻ അതാണ് അദ്ദേഹത്തിലേക്ക് പോകാം. അതിനുശേഷം വസന്തിന് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. ഋഷികേഷ്, ഇവിടെ ഇപ്പം നമുക്ക് CJP സമരത്തിന്റെ സമയത്ത് നമുക്ക് നോക്കാം. ആ സമയത്ത് പ്രധാനപ്പെട്ട അവരുടെ പോസ്റ്റുകൾ, അതോടൊപ്പം തന്നെ അവരുടെ സമരത്തിന്റെയും പ്രതിഷേധത്തിന്റെയും ഒക്കെ ദൃശ്യങ്ങൾ വ്യാപകമായി എക്സ് പ്ലാറ്റ്ഫോമിൽ നിന്നും അതേപോലെ തന്നെ ഇൻസ്റ്റയിൽ നിന്നുമൊക്കെ നീക്കം ചെയ്യപ്പെട്ടത് വലിയ വിവാദമായിരുന്നു. മാത്രമല്ല അരവിന്ദ് കെജ്രിവാളൊക്കെ പറഞ്ഞത് കേന്ദ്ര സർക്കാരിനെ പ്രശ്നത്തിലാക്കുന്ന, അവർക്കെതിരെ വരുന്ന പോസ്റ്റുകളൊക്കെ നീക്കം ചെയ്യപ്പെടുന്നുണ്ട് വ്യാപകമായി എന്നാണ്. സ്വാഭാവികമാണ്, ഇതൊരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനാണ്, അതുകൊണ്ട് രാജ്യത്ത് കലാപത്തിന് സാധ്യത ഒരുക്കുന്ന ഒന്നാണ് എന്നൊക്കെ പറഞ്ഞ് നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരിന് നോട്ടീസ് നൽകിയതൊക്കെ പിൻവലിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ കേരളത്തിലും സംഭവിക്കുന്നു എന്ന് ഋഷികേഷിനെ പോലുള്ള സംശയിക്കുന്നുണ്ടോ? അങ്ങനെ സംഭവിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ ടൂൾസും അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഞാൻ കാണുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അതായത് ഇപ്പം നമ്മൾ പറയുന്നത് നിയമങ്ങൾ പഴുതടച്ചിട്ടുള്ളതായിരിക്കണം, മിസ്യൂസ് ചെയ്യാൻ സാധ്യമാവാത്ത രീതിയിലായിരിക്കണം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അതുകൊണ്ടാണല്ലോ ഈ നിയമനിർമ്മാണങ്ങൾ നടക്കുന്ന സമയത്ത് വലിയ രീതിയിൽ ചർച്ചയും കൺസൾട്ടേഷൻസും ഒക്കെ നടക്കുന്നത്.
അപ്പം ഇത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ആര് റിമൂവ് ചെയ്തു എന്നതിലാണ് ഇപ്പോഴും ചർച്ച നടക്കുന്നത്. സ്റ്റിൽ അത് റിമൂവ് ചെയ്തു എന്നുള്ളത് ഒരു ഫാക്റ്റായിട്ട് നമ്മൾ മുമ്പിൽ നിൽക്കുകയാണ്. ഇത്രയധികം മാധ്യമ സ്ഥാപനങ്ങളുടെയും അത് ഷെയർ ചെയ്തതും അതിന് പുറത്ത് അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചതുമായിട്ടുള്ള ഇൻഡിവിജ്വൽസിൻ്റെയും പോസ്റ്റുകൾ, എക്സ്പ്രഷൻസ് ഈ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ നീക്കം ചെയ്യപ്പെട്ടത് ആക്ച്വലി ഇതിന് അവൈലബിൾ ആയിട്ടുള്ള അത് എനേബിൾ ചെയ്യുന്ന ടൂളുകൾ ഉപയോഗിച്ചിട്ട്, ടൂളുകൾ ആസ് ചാനൽസ് ഉപയോഗിച്ചിട്ടാണ്. അത് നിയമപരമാവാം, ടെക്നിക്കലാവാം, അൽഗരിതമിക് ആവാം. അപ്പോൾ ഇത്തരം സാധ്യതകളിലൂടെ അവിടെ നടക്കുന്നത് നമ്മുടെ രാജ്യം നമുക്ക് നൽകുന്ന മൗലികമായ അവകാശം, അതായത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ്റെ ഒരു ലംഘനം തന്നെയാണ്. അപ്പോൾ അത്തരത്തിലൊരു മൗലികാവകാശ ലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ എന്ത് സിസ്റ്റമിക് ആയിട്ടുള്ള കറക്ഷനാണ് അവിടെ നടക്കുന്നത്, എന്താണ് ഇവിടുത്തെ ലോങ് ടേം സൊല്യൂഷൻ എന്നുള്ളതല്ലേ നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പം പ്രൊവൈഡഡ് ഇതൊരു എന്താണ് സെൻട്രൽ രാജ്യത്താകമാനമുള്ള നിയമങ്ങളാണ്, IT ആക്ട് ആണെങ്കിലും ഈ ഇന്റർമീഡിയറി ഗൈഡ് ലൈൻസ് ആണെങ്കിലും. അപ്പോൾ ഇതിലെ പ്രോബ്ലം എന്ന് വെച്ചാൽ ദിസ് ഈസ് ഗോയിങ് ടു എഫക്ട് ദി വെരി ഡെമോക്രാറ്റിക് ഫാബ്രിക് ഓഫ് അവർ കൺട്രി. കറക്റ്റ്. അപ്പോൾ അത് പ്രതിപക്ഷമാണെങ്കിലും ഭരണപക്ഷമാണെങ്കിലും അതെങ്ങനെയാണ് അതിനെ ഈ പ്രശ്നത്തെ നേരിടുക. ഇങ്ങനൊരു പ്രശ്നമുണ്ടായി, നമ്മൾ ഗുഡ് ഫെയ്ത്തിൽ ആണ് നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പറയുക രാജ്യസുരക്ഷയെ ബാധിക്കുന്ന സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയുള്ള പ്രൊവിഷൻസ് വേണം എന്നുള്ളതായിരിക്കും ആ സമയത്തുള്ള ഇങ്ങനെ ബ്ലാങ്കറ്റായി വെക്കുന്നത്. അതായത് ഡിഫൈൻഡ് അല്ലാത്ത വേർഡ്സ് ഉപയോഗിച്ചിട്ടുള്ള നിയമങ്ങൾ, പണ്ട് നമ്മൾ എടുത്തു കളഞ്ഞ 66A പോലുള്ള നിയമങ്ങളുടെ ഒക്കെ പ്രശ്നങ്ങൾ ഇതായിരുന്നല്ലോ. അപ്പോൾ ഇത്തരം നിയമങ്ങൾ ഇവിടെ ഉണ്ടായി. ആ സമയത്തും ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് 2021 ഇന്റർമീഡിയറി ഗൈഡ് ലൈൻസ് ആക്ട് വന്നപ്പോൾ ഇതുപോലെ മീഡിയയിൽ നമ്മളിരുന്ന് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ടും അതിൻ്റെ ഒരു മിസ്യൂസിൻ്റെ ഒരു ക്ലിയർ കട്ട് ഉദാഹരണമാണ് ഇപ്പോൾ നമ്മളെ മുമ്പിലുള്ളത്. അപ്പം എന്താണ് അവിടുത്തെ ലോങ് ടേം സൊല്യൂഷൻ? ഇപ്പം കേരളത്തിൽ ഇനി മുതൽ ഈ നിയമം അപ്ലൈ ചെയ്യുന്നതിനുള്ള ഒരു ഗൈഡ് ലൈൻ പുറത്തിറക്കാൻ വേണ്ടിയിട്ടും അത് അഡ്ഹെയർ ചെയ്യണമെന്ന് ഇവിടുത്തെ നിയമ സംവിധാനത്തോട് ആവശ്യപ്പെടാനും നമ്മളുടെ കേരള ഗവൺമെൻറ് തയ്യാറാവുമോ? ഇത്തരത്തിലുള്ള ഇതിനു വേണ്ടിയിട്ട് രാജ്യത്ത് ആകമാനം ഇത് അമെൻഡ് ചെയ്തിട്ട് കുറച്ചുകൂടെ കൃത്യമായിട്ടുള്ള, കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ രീതിയിൽ നിയമനിർമ്മാണം ചെയ്യാൻ ആവശ്യപ്പെടാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഇവിടുത്തെ പൊളിറ്റിക്കൽ സിസ്റ്റം തയ്യാറാവുമോ? ആ തരത്തിലേക്ക് കൂടെ ചർച്ച പോകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതുകൂടാതെ തന്നെ ഈ പറഞ്ഞതുപോലെ ഇത്തരം പ്ലാറ്റ്ഫോമുകൾ ആക്ച്വലി അവരുടെ വാണിജ്യപരമായിട്ടുള്ള താല്പര്യം കൊണ്ട്, അവരുടെ എക്സിസ്റ്റൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ ആവാം അവർ ഈ പറയുന്ന മൗലികാവകാശങ്ങളെക്കാട്ടിലും വില കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് പ്രയോറിറ്റി കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള അവരുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്നതോ അവരുടെ വാണിജ്യപരമായിട്ടുള്ള ലാഭത്തെ കുറയ്ക്കുന്നതോ ആയിട്ടുള്ള പ്രശ്നങ്ങളിലേക്കാണ്. അപ്പോൾ ഇത്തരം സിറ്റുവേഷനിൽ നിന്ന് ഈ പ്ലാറ്റ്ഫോമുകളെ അല്ലെങ്കിൽ നമ്മളെ എക്സ്പ്രഷൻ നടത്തുന്ന സ്ഥലങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് ഒരു മൂവ്മെന്റ് ആണ് ഇവിടെ ഉണ്ടാവാൻ പോകുന്നത് എന്നൊക്കെ ചർച്ച പോകണം. ശരി. ശ്രീ വസന്ത് സിറിയക്ക്, ഇവിടെ നേരത്തെ ശ്രീ നിതിൻ കണിച്ചേരി പറഞ്ഞതുപോലെ തന്നെ ഇതിലെ സാങ്കേതികത മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം കേരളത്തിന്റെ പൊതുസമൂഹത്തിലുള്ളത് ഇതിലെ രാഷ്ട്രീയ ആരോപണങ്ങളാണ്. അത് ബി ജെ പിയുടെ സഹായം കൈപ്പറ്റിക്കൊണ്ടുള്ള ഇടപാടുകളാണ് ഈ നടക്കുന്നത് എന്നൊക്കെയാണ് VD സതീശന് നേരെയുള്ള ആക്ഷേപങ്ങൾ. അതിന് നിങ്ങൾക്കൊരു മറുപടി വേണ്ടേ? അല്ല, നോക്കൂ ശ്രീ ഗോപികൃഷ്ണൻ, ആരാണ് വെടിവെച്ചതെന്ന് അറിയാതെ വെടിയുടെ ശബ്ദം മാത്രം കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തോക്ക് നിരോധിക്കാൻ പറ്റില്ലല്ലോ. അതുപോലെയാണ് ഇവരിങ്ങനെ കേന്ദ്ര സഹായം ഇതൊക്കെ പറഞ്ഞു. ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു, കേന്ദ്ര സഹായം ആവശ്യമില്ല, അങ്ങനെ പിൻവലിക്കണം, അങ്ങനെ റിമൂവ് ചെയ്യണം എന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചാൽ അതിനിപ്പോൾ BJPയുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ സംസ്ഥാന സർക്കാർ അത് ചെയ്തില്ല എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി നേരിട്ട് വന്ന് പറയുന്നു. ഇപ്പൊ നിതിൻ കണിച്ചേരി രണ്ടാമത്തെ റൗണ്ടിൽ എന്റെ അഹങ്കാരത്തെ ആകാര വെടിവിനെ പറ്റിയൊക്കെ പറഞ്ഞെങ്കിലും ഒരു ഘട്ടത്തിൽ പോലും ഒരു വരി കൊണ്ട് പോലും, ഒരു വാക്കുകൊണ്ട് പോലും ഇത് സംസ്ഥാന സർക്കാരിന്റെ ഇന്റർവെൻഷനിലാണ് റിമൂവ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നതിലേക്ക് വെളിച്ചം വീശുന്ന ഒരു വാക്കും പറഞ്ഞില്ല. പറഞ്ഞോ ഗോപികൃഷ്ണൻ? പറഞ്ഞില്ലല്ലോ. അത് നിതിൻ കണിച്ചേരിയും പറഞ്ഞിട്ടില്ല. ഈ കമ്പ്യൂട്ടറിനെ എതിർത്തിട്ട് പിന്നീട് കമ്പ്യൂട്ടർ പുറകെ കാണിച്ചുകൊണ്ട് വലിയ സ്ക്രീനിൽ വാർത്താ സമ്മേളനം നടത്തുന്ന MV ഗോവിന്ദൻ മാഷും പറഞ്ഞിട്ടില്ല. ജെമിനിയോട് ചോദിച്ച ഡോക്ടർ തോമസ് ഐസക്കും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിൽ വളരെ കൃത്യമായ ഒരു നിലപാടുണ്ട്. എന്താ ഇതിൽ ലീഗലി ചെയ്യാൻ പറ്റുന്നത്? ശ്രീ ഗോപികൃഷ്ണന്റെയും മറ്റേ അതർ പാനലിസ്റ്റിന്റെയും അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. ഇത് ഒരു സെൻസർഷിപ്പ് ആണെങ്കിൽ അത് എതിർക്കപ്പെടേണ്ടതാണ്, അത് ആര് നടത്തിയാലും. ഇനി അത് മറ്റ് സ്വമേധയാ ഒരു യജമാനേക്കാൾ വലിയ യജമാന സ്നേഹം കാണിച്ചുകൊണ്ട് നടത്തുന്നതാണെങ്കിൽ അതും എതിർക്കപ്പെടേണ്ടതാണ്. അതെങ്ങനെ എതിർക്കപ്പെടാം? അതിനൊരു ഒരു ഫോർമൽ കംപ്ലൈന്റ് ഉണ്ടാവണം. ഇപ്പോൾ ഒരു ചാനൽ പറയുന്നു അവരുടെ പോസ്റ്റുകൾ നിരന്തരമായി റിമൂവ് ചെയ്യപ്പെടുന്നു. അവർക്ക് സിസ്റ്റം ഉള്ളവരല്ലേ, അവർക്ക് ഹൈക്കോടതിയെ സമീപിക്കാലോ. കാര്യം ഫണ്ടമെന്റൽ റൈറ്റിനെയാണ് ബ്രേക്ക് ചെയ്യുന്നത്. അവർക്ക് സ്വാഭാവികമായിട്ട് റിട്ട് ഫയൽ ചെയ്യാം മെറ്റയ്ക്കെതിരായി. അപ്പോൾ മെറ്റ പറയും ആര് പറഞ്ഞിട്ടാണ് ഇത് കളഞ്ഞെന്ന് പറയും.
വി.ഡി. സതീശൻ പറഞ്ഞിട്ടാണെന്ന് പറയട്ടെ. അല്ലെങ്കിൽ അവർ സ്വമേധയെ പിൻവലിച്ചാണോ, ഏത് ആൽഗോരിതത്തിന്റെ പുറത്താണെന്ന് മെറ്റെ പറയേണ്ടതായി വരും. ഇപ്പോൾ നിതിൻ കണിച്ചേരിയുടെയോ സഹാബ് നിതിൻ കണിച്ചേരിയുടെയോ എം വി ഗോവിന്ദന്റെയോ എന്റെയൊക്കെ പോയെങ്കിൽ നമ്മൾ റിട്ടേൺ പരാതി പോലീസിന് കൊടുത്താൽ നാളെ പോലീസ് റെഡിയാണ്. ഞാൻ ഉറപ്പ് നൽകുന്നു, കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ ഉറപ്പ് നൽകി കഴിഞ്ഞു. പോലീസ് കൃത്യമായി മെറ്റോട് ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പോസ്റ്റ് റിമൂവ് ചെയ്തത്? അല്ലാതെ വെറുതെ ആകാശത്തേക്ക് വെടിവെച്ചിട്ട് കാര്യമില്ല. നമ്മൾ കൃത്യമായി എയിം ചെയ്യണം. ഇന്ന വിഷയത്തിൽ ഇന്ന പോസ്റ്റർ റിമൂവ് ആയിട്ടുണ്ട്, ആ റിമൂവ് ആയതിൽ ഇതാണ് ഞങ്ങളുടെ പരാതി, എന്താണ് നിങ്ങളുടെ നിലപാട് സർക്കാർ എന്ന് ചോദിക്കുക. ആ ചോദിക്കുമ്പോൾ അതിനൊപ്പം ഇൻഫർമേഷൻ പ്രവർത്തകരുണ്ടാവും, വിവരാവകാശ പ്രവർത്തകരുണ്ടാവും, ഫണ്ടമെന്റൽ പ്രവർത്തകരുണ്ടാവും. അല്ലാതെ വെറുതെ ഒരു പോസ്റ്റർ റിമൂവായി അല്ലെങ്കിൽ 2 പോസ്റ്റർ റിമൂവായി ഇത് മുഴുവൻ സർക്കാർ ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞ് സർക്കാരിനെ കരിവാരി തേക്കുക മാത്രമാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ യു ജസ്റ്റ് പ്ലീസ് ഗോ അഹെഡ്. അല്ല, നിങ്ങൾക്കിതിൽ ശ്രീ ഗോപികൃഷ്ണനും ഞാനും ഈ അതർ പാനലിസ്റ്റും ഒക്കെ പറഞ്ഞതുപോലെ ഒരു ജനാധിപത്യ ധ്വംസനത്തിന്റെ ഭാഗമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ യു പ്ലീസ് ഗോ ആൻഡ് ഫയൽ എ കംപ്ലൈന്റ്. നമുക്ക് ഒരുമിച്ച് നേരിടാം, നമുക്ക് ഒരുമിച്ച് ഈ വിഷയത്തെ നേരിടാം. ശരി, ഏതായാലും അധികാര കേന്ദ്രങ്ങൾക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു എന്നത് നമ്മുടെ ആരുടെയും തോന്നലല്ല, അത് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ്. സംഭവിച്ചിട്ടുണ്ട്. അതാരു പറഞ്ഞിട്ട് ആർക്കു വേണ്ടി, അതിന് പിന്നിൽ രാഷ്ട്രീയ അധികാര കൈകൾ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നത് തിരിച്ചറിയപ്പെടേണ്ടതാണ്. കാരണം ജനാധിപത്യ സംവിധാനത്തിന് തുരങ്കം വയ്ക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഇടപെടലായി ഇത് മാറുന്നു. അത് സ്വകാര്യതാ ലംഘനം മാത്രമല്ല, ജനാധിപത്യം എന്ന അടിസ്ഥാന ആശയത്തെ തകർക്കുന്ന ഒന്നായി കൂടി ഇത്തരം നിയന്ത്രണങ്ങൾ മാറാൻ പോകുന്നു. അങ്ങനെയാണെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും ഒരു സെൻസർഷിപ്പ് നടപ്പാക്കപ്പെടുകയാണോ എന്ന സംശയങ്ങൾ ഗുരുതര സ്വഭാവത്തോടുകൂടി വീണ്ടും ഉന്നയിക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യേണ്ട ഒന്നായി നമ്മുടെ മുന്നിൽ നിൽക്കുകയുമാണ്. എന്താണ് ഇതിനുള്ള പ്രതിവിധി, എന്താണ് ഇതിനുള്ള പരിഹാരം, ആരാണ് അതിന് മുൻകൈ എടുക്കാൻ പോകുന്നത് എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ ഇവിടെ പൂർത്തിയാകുന്നു. മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. നമസ്കാരം.